ഗ്രൂപ്പ് ഭേദമന്യേ സുധീരനെതിരെ പടയൊരുക്കം ശക്തം. സ്വന്തമായി ഗ്രൂപ്പുണ്ടാക്കാൻ ഇറങ്ങിത്തിരിച്ച ആളാണ് സുധീരനെന്ന് സോണിക്ക് മുമ്പാകെ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പറഞ്ഞു. അതിനിടെ സുധീരനോടും ഉമ്മൻചാണ്ടിയോടും ചെന്നിത്തലയോടും 3 ദിവസത്തിനകം ദില്ലിയിലെത്താൻ ഹൈക്കമാൻഡ് നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. പരസ്യമായി നേതൃമാറ്റം ഉണ്ടാകില്ല, നേതൃമാറ്റം ആവശ്യമുയർന്നില്ല എന്ന സുധീരൻ്റെ വാക്കുകളെ പരസ്യമായി തള്ളി ഹസനും രംഗത്തെത്തിയിട്ടുണ്ട്. സമഗ്രമായ കോൺഗ്രസിലെ ആഭ്യന്തര പ്രശ്നങ്ങളാണ് ഇന്ന് ചർച്ചയ്ക്കായി ന്യൂസ് ആൻഡ് വ്യൂസ് എടുക്കുന്നത്. ചർച്ചയ്ക്കായി അഡ്വക്കേറ്റ് PS സലീം, ഭാസുരേന്ദ്ര ബാബു, A സജീവൻ, അഡ്വക്കേറ്റ് ജയശങ്കർ, ഫക്രുദ്ദീൻ എന്നിവരും നമ്മോടൊപ്പം ചേരും. തീർച്ചയായും AI ഗ്രൂപ്പുകളുടെ പടനീക്കം സജീവമായി സുധീരനെതിരെ പോകുമ്പോൾ എന്തുകൊണ്ട് സുധീരൻ എന്ന പ്രധാന വിഷയമാണ് ഇതുമായി ബന്ധപ്പെട്ട് ഉയരുന്ന ഒരു ചോദ്യം. സുധീരനുമായി ബന്ധപ്പെട്ട പല വിഷയങ്ങളും ഇവിടെ ചർച്ചയ്ക്കെടുക്കേണ്ടതുണ്ട്. ആദ്യമായി ശ്രീ PS സലീമിനോട്. ശ്രീ PS സലീം, 3 നേതാക്കളെ ഹൈക്കമാൻഡ് വിളിപ്പിച്ചിട്ടുണ്ട്. വലിയ സമഗ്രമായ ചർച്ചയിലേക്കും പോകുന്നു. നേതൃമാറ്റം വേണം എന്ന ആവശ്യം എക്സിക്യൂട്ടീവിൽ ഉയർന്നില്ല എന്ന സുധീരൻ്റെ വാക്കുകളും തള്ളുന്നു ഇന്ന് ഹസൻ്റെ പരസ്യ പ്രതികരണത്തിലൂടെ. ഇങ്ങനെ പുരോഗമിക്കുമ്പോൾ കോൺഗ്രസ് രാഷ്ട്രീയത്തെക്കുറിച്ച് പരിമിതികൾക്ക് നടുവിൽ നിന്നുകൊണ്ട് അജിംഷാദ്, ഈ കേരളത്തിലെ കോൺഗ്രസിൻ്റെ നേതാക്കന്മാരെ കേന്ദ്ര നേതൃത്വം വിളിച്ചു എന്നുള്ളത് ഒരു വലിയ വാർത്തയല്ല. കാരണം കേരളത്തിലെ കോൺഗ്രസ് ഒരു വലിയ പരാജയം നേരിട്ടതിന് ശേഷം ആ പരാജയവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് ഇന്ന് കേരളത്തിലെ ഏറ്റവും സീനിയർ കോൺഗ്രസ് നേതാക്കന്മാരായ ശ്രീ ഉമ്മൻചാണ്ടിയെയും ശ്രീ VM സുധീരനെയും ശ്രീ രമേശ് ചെന്നിത്തലയെയും ദില്ലിയിൽ വിളിപ്പിച്ച് കേരളത്തിലെ ഒടുവിലത്തെ രാഷ്ട്രീയ സംഭവവികാസങ്ങൾ മനസ്സിലാക്കുക എന്നുള്ളത് ഒരു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പാർട്ടിയുടെ ഒരു ദേശീയ നേതൃത്വത്തിൻ്റെ അനിവാര്യമായ ചുമതലയാണ്. അതിൽ പ്രത്യേകിച്ച് ഒരു വലിയ കേരളത്തിലെ കോൺഗ്രസിൽ എന്തെങ്കിലും സംഭവിക്കുന്നു എന്നുള്ള രീതിയിലുള്ളൊരു മാധ്യമ വ്യാഖ്യാനം തീർച്ചയായും അത് ഔദ്യോഗികമായ താങ്കളുടെ വിശദീകരണം മാത്രമാണ്. അതല്ല ഇന്ന് കേരളം ആവശ്യപ്പെടുന്നത്. കൃത്യമായി ഇത്തരത്തിലൊരു നേതൃമാറ്റം ആവശ്യമേ ഉയർന്നില്ല, നിങ്ങൾക്ക് വാർത്ത നൽകിയവർ അവിടെ അതൊന്നും പറഞ്ഞിട്ടില്ല എന്ന് സുധീരൻ പറഞ്ഞത് തന്നെ കല്ലുകടിയുടെ ആദ്യ തുടക്കത്തിൻ്റെ പ്രതിഫലനമാണ്. ഇന്ന് MM ഹസൻ പറഞ്ഞത്, വേണമെങ്കിൽ MM ഹസൻ പറഞ്ഞ ആ വാക്കുകൾ കൂടി കേൾക്കാം നമുക്ക് വേണമെങ്കിൽ. അതായത് ബ്ലോക്ക് തലം മുതൽ PCC തലം വരെ മാറ്റം ആവശ്യപ്പെട്ടു, വെടിവെച്ചിട്ട് ടോന്നും കൂടി പറയണമെന്ന്. അതായത് ഇനി KPCC പ്രസിഡന്റ് മാറണമെന്ന് എടുത്തു പറയണമെന്ന്. ഇതാണ് അർത്ഥം. അല്ലേ അജിംഷാദ്, ഇപ്പം നെയ്യാർ ഡാമിൽ 2 ദിവസത്തെ കോൺഗ്രസിൻ്റെ നേതൃയോഗം വളരെ ആധികാരികമായി സമഗ്രമായി ഈ ചർച്ച ചെയ്ത ഒട്ടേറെ കാര്യങ്ങളുണ്ട്. ഇപ്പോൾ KPCC പ്രസിഡന്റിന് ആ ചർച്ചകൾ മുഴുവൻ കേരളത്തിലെ മാധ്യമങ്ങളോട് പറയേണ്ട യാതൊരു ആവശ്യവുമില്ല. 1. 2, KPCC യോഗം നടന്നുകൊണ്ടിരിക്കുമ്പോൾ കേരളത്തിലെ ദൃശ്യമാധ്യമങ്ങളിൽ വന്ന വാർത്തകൾ ആ യോഗത്തിൽ നടന്ന സംഭവങ്ങളുമായി പലപ്പോഴും ബന്ധമില്ലാത്ത ഒട്ടേറെ കാര്യങ്ങൾ വന്നിട്ടുണ്ട്. പുലബന്ധമില്ലെന്നല്ല, പലപ്പോഴും ബന്ധമില്ല. സ്വാഭാവികമായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പോലെയുള്ള ഒരു ജനാധിപത്യ പാർട്ടി ഇത്തരം ഒരു വലിയ രാഷ്ട്രീയ പ്രതിസന്ധിയിലൂടെ കടന്നു പോകുമ്പോൾ അവിടെ ഉണ്ടാവുന്ന ചർച്ചകൾ ഒരു ഉൾപ്പാട്ട് ജനാധിപത്യത്തിന് വലിയ വില കൽപ്പിക്കുന്ന ഒരു പാർട്ടിയിൽ സ്വാഭാവികമായും ഞങ്ങളുടേത് വളരെ, ഞാൻ സൂചിപ്പിച്ചല്ലോ, വളരെ ഒരു തീക്ഷ്ണമായ ചർച്ചകൾ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ആ ചർച്ചകളുടെ അർത്ഥം അല്ലെങ്കിൽ അതിന് ഓരോരുത്തരും നൽകുന്ന വ്യാഖ്യാനം ആരെങ്കിലും ഏതെങ്കിലും സ്ഥാനത്ത് നിന്ന് മാറണം എന്ന് പിൻ പോയിന്റിൽ ആവശ്യപ്പെട്ടു എന്നുള്ള ഒരു ഒറ്റ വരി വിലയിരുത്തലിലേക്ക് നേതൃമാറ്റം എന്ന് പറഞ്ഞാൽ പിന്നെ എന്താണ്? അല്ല, ഒരു അത്തരം ചർച്ചകൾ ആവശ്യം ഉയർന്നു എന്ന് ഹസൻ പറഞ്ഞു. അല്ല, ഒരു വലിയ പരാജയം ഉണ്ടാകുമ്പോൾ ആ പരാജയവുമായി ബന്ധപ്പെട്ട് എത്രയോ ആളുകൾ ആ ചർച്ചയിൽ പങ്കെടുത്ത് സംസാരിച്ചിട്ടുണ്ട്. പരാജയപ്പെട്ട സ്ഥാനാർത്ഥികൾ, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ഉമ്മൻചാണ്ടി മുതൽ കേരളത്തിൽ കോൺഗ്രസിൻ്റെ KPCC നിർവാഹക സമിതി അംഗങ്ങളിൽപ്പെട്ട ഒട്ടേറെ ആളുകൾ, രമേശ് ചെന്നിത്തല, KPCC പ്രസിഡന്റ്, ഞങ്ങളുടെ എല്ലാം ഏറ്റവും ബഹുമാന നേതാവ് ശ്രീ AK ആന്റണി, ഇവരൊക്കെ ഹൃദയം തുറന്ന് സംസാരിച്ച, അവരുടെ വികാരങ്ങൾ പങ്കുവെച്ച ഒരു ക്യാമ്പായിരുന്നു. ഒരു സാധാരണ
KPCC മീറ്റിംഗ് രാവിലെ 11 മണിക്ക് ആരംഭിച്ച് 3 മണിക്ക് അവസാനിക്കുന്ന ഒരു യോഗമായിരുന്നില്ലത്. പാതിരാത്രി വരെ നീളുന്ന ചർച്ചകൾ. ആ യോഗത്തിൽ ഒരുപക്ഷെ എല്ലാവർക്കും പ്രിയങ്കരങ്ങളായ അല്ലെങ്കിൽ ആരുടെയെങ്കിലും കോരിത്തെരിപ്പിക്കുന്ന വാക്കുകൾ മാത്രമല്ല ഉണ്ടായത്. വളരെ ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു, ഒരു വ്യക്തിപരമായ അല്ലെങ്കിൽ ആരെയെങ്കിലും കേന്ദ്രീകരിച്ചുകൊണ്ട് ഉള്ള ഒരു ചർച്ച എന്നതിനപ്പുറത്ത് പരാജയത്തെക്കുറിച്ചുള്ള ശരി, പരാജയത്തെക്കുറിച്ചാണെങ്കിൽ പാർലമെന്ററി നേതൃത്വത്തിന് മാത്രമാണോ മാറ്റം ആവശ്യം? പാർട്ടി നേതൃത്വത്തിന് മാറ്റം ആവശ്യം വേണ്ടേ? ഇത് ഉയരുന്നതിൽ എന്ത് തെറ്റ്? ഇതേ സംബന്ധിച്ച് നിരീക്ഷകർ ക്രോഡീകരിക്കുന്നതിൽ എന്ത് തെറ്റ്? ഞാൻ നിരീക്ഷകർക്ക് അവർക്ക് എന്ത് നിർവചനങ്ങളിലേക്കും വ്യാഖ്യാനങ്ങളിലേക്കും കടന്നു പോകുന്നതിനോട് ഞാൻ അത് ഡിസ്പ്യൂട്ട് ചെയ്യുന്നില്ല. പക്ഷേ ഞങ്ങളുടെ പാർട്ടിയിൽ നടന്ന ചർച്ചകൾ ഇതിപ്പോ മാധ്യമങ്ങൾ കൊടുക്കുന്ന ഒരു വ്യാഖ്യാനം KPCC പ്രസിഡന്റിനെ മാറ്റാൻ കേരളത്തിൽ ഗ്രൂപ്പുകൾ യോജിക്കുന്നു. ഇതിനോട് ഞാൻ പൂർണ്ണമായി വിയോജിക്കുകയാണ്. അങ്ങനെ ഒരു കേന്ദ്രീകൃതമായ അതല്ലെങ്കിൽ മുഴുവൻ ആളുകൾ ഒന്നിച്ചേർന്ന് VM സുധീരനെ എതിർത്തു. ആ നിലയിലുള്ള ഒരു നീക്കം ആ KPCC യോഗത്തിൽ ഉണ്ടായിട്ടില്ല എന്ന് ആ യോഗത്തിൽ 2 ദിവസവും പങ്കെടുത്ത ആ ക്യാമ്പിലെ ഒരു അംഗം എന്ന് എനിക്ക് പറയാൻ കഴിയും. തീർച്ചയായും ശ്രീ PS സലീം, താങ്കളുടെ പരിമിതി മനസ്സിലാക്കിക്കൊണ്ട് തന്നെ 1995 ശേഷം പാർലമെന്ററി നേതൃത്വത്തിൽ ഗ്രൂപ്പിനപ്പുറത്തേക്ക് ഒന്നും എത്തിയിട്ടില്ല. ഇപ്പോഴാണ് ചെന്നിത്തല എത്തുന്നത്. സ്വാഭാവികമായും അതൊരു മാറ്റം തന്നെയാണ്. അതായത് അത്തരത്തിലൊരു മാറ്റം പാർട്ടിയിലേക്കും വേണ്ടേ എന്ന വിരൽ ചൂണ്ടൽ ശരിയാണോ തെറ്റാണോ, യുക്തിഭദ്രമാണോ? അത് ചർച്ച ചെയ്യണോ ജനാധിപത്യ കോൺഗ്രസ്? അല്ല, ഇവിടെ അജിം ഷാ സൂചിപ്പിക്കുന്ന ഒരു കാര്യം, ഈ പരാജയത്തിന് ശേഷം മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടി പാർലമെന്ററി പാർട്ടി നേതൃത്വത്തിൽക്കില്ല എന്നുള്ള മാറി അദ്ദേഹത്തിന് ഒരു ശക്തമായ നിലപാട്. അപ്പൊ ആ നിലപാടിന്റെ പിന്നിൽ സമ്മർദ്ദമൊന്നുമില്ല, മറിച്ച് അതിനെതിരായിരുന്നു സമ്മർദ്ദം. ഉമ്മൻചാണ്ടി പാർലമെന്ററി പാർട്ടി നേതൃസ്ഥാനത്ത് തുടരണമെന്ന് MLA മാർ വാദിച്ചു. ഇപ്പോൾ പ്രതിപക്ഷ നേതാവായിരിക്കുന്ന രമേശ് ചെന്നിത്തല അങ്ങനെ ഒരു നിർദ്ദേശം മുമ്പോട്ട് വെച്ചു. KPCC പ്രസിഡന്റും ആ ഒരു വാദഗതിയുമായി നിന്ന ഒരാളാണ്. കോൺഗ്രസ് ഹൈക്കമാൻഡിന്റെയും ചിന്താഗതി ആ വഴിക്ക് തന്നെയായിരുന്നു. പക്ഷെ ഉമ്മൻചാണ്ടി വളരെ ആദ്യം മുതൽ അദ്ദേഹം ഒരു മാധ്യമങ്ങളോടും ഞാൻ പാർലമെന്ററി പാർട്ടി ലീഡർ ആവുന്നില്ല എന്ന് പറഞ്ഞില്ല. പക്ഷെ കൃത്യസമയത്ത് ഉമ്മൻചാണ്ടി ഈ പരാജയത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് പാർലമെന്ററി പാർട്ടി ലീഡർ എന്ന സ്ഥാനം സ്വീകരിക്കില്ല എന്ന് അദ്ദേഹം കൺസേൺഡായ ആളുകളെ അറിയിച്ചു. പാർലമെന്ററി പാർട്ടി മീറ്റിംഗിൽ അദ്ദേഹം തന്നെ രമേശ് ചെന്നിത്തലയുടെ പേര് നിർദ്ദേശിക്കും. അങ്ങനെ സുധീരനും വരണമായിരുന്നു ആ ഒരു മാതൃക മറ്റുള്ളവർ സ്വീകരിക്കണം എന്ന് പറയുന്നില്ല. അതിനൊരു ടൈമിങ്ങിന്റെ പ്രശ്നമുണ്ട്. പാർലമെന്ററി പാർട്ടി ലീഡർ സ്വാഭാവികമായും പ്രതിപക്ഷ നേതാവ് കോൺഗ്രസിന്റെ CLP ലീഡർ ആകും. അത് വളരെ പെട്ടെന്ന് തീരുമാനിക്കേണ്ട ഒരു കാര്യമാണ്. ആ തീരുമാനിക്കുന്ന സമയത്ത് ഉമ്മൻചാണ്ടിക്ക് ഒരു തീരുമാനം ഉണ്ടായിരുന്നു. പക്ഷെ അതും KPCC പ്രസിഡന്റ് പദവിയുമായി അതല്ലെങ്കിൽ കോൺഗ്രസിലെ മറ്റേതെങ്കിലും പദവികളുമായി നമുക്ക് അടിയന്തരമായി ബന്ധപ്പെടുത്താൻ കഴിയില്ല എന്നുള്ളൊരു പരിമിതിയോടെ ഉണ്ട്. അല്ലെങ്കിൽ ഉമ്മൻചാണ്ടി CLP ലീഡർ ആവുന്നില്ല, അതുകൊണ്ട് VM സുധീരൻ KPCC സ്ഥാനത്ത് മാറണം, അല്ലെങ്കിൽ മറ്റാരെങ്കിലും ഒരു സ്ഥാനത്യാഗത്തിന് തയ്യാറാവണം എന്നുള്ള ഒരു വാദം ഞങ്ങളുടെ പാർട്ടിയിൽ ആരും ഉന്നയിച്ചിട്ടില്ല. ശ്രീ ഭാസുരേന്ദ്ര ബാബു, അതായത് ചെന്നിത്തല പാർലമെന്ററി തലപ്പത്തേക്കെത്തി, അതിന് പകരമായി പിന്നീടുള്ള സ്പേസ് നികത്താൻ ഒരു പക്ഷേ സുധീരൻ അവിടേക്ക് കടന്നു വരും. അങ്ങനെയാണെങ്കിൽ തൻ്റെ ഭാഗം ഒരു പക്ഷേ പരുങ്ങലിലാവും. ഇതാണ് ചെന്നിത്തല അടക്കമുള്ളവരെയും ഗ്രൂപ്പുമായി ചേർക്കാൻ കാരണം. സുധീരനെ ഇവർ എന്തിനു ഭയപ്പെടുന്നു? തീർച്ചയായും PS സലീമിൻ്റെ പരിമിതി നമുക്ക് മനസ്സിലാക്കാം. അല്ല, PS സലീം നമുക്ക് ഇത്രയും 2 ദിവസം ഒരാൾ ഒരു മീറ്റിങ്ങിൽ ഇരുന്നാൽ ആ മീറ്റിങ്ങിൻ്റെ അന്തർഗതം അറിയണമെന്നില്ല. ഒരുപക്ഷെ മീറ്റിങ്ങിൽ ഇല്ലാത്ത മറ്റാൾക്കാർക്ക് അത് കൂടുതൽ നന്നായി അറിയാനും അറിഞ്ഞെന്ന് വരും. ഞാൻ പറയുന്നത് അങ്ങനെ പറയുന്നത് സലീമിൻ്റെ നിതാന്ത ജാഗ്രതയെ കുറച്ച് കാണാനൊന്നുമല്ല. പക്ഷെ ചില സമയങ്ങളിൽ അങ്ങനെ നടക്കാറുണ്ട് സലീം ചരിത്രത്തിൽ. ഏതായാലും നമുക്കൊരു കാര്യം ആലോചിക്കാം, ഇതൊക്കെ വിടുക. എന്നിട്ട് അജീം ഷാദ് 3 പേരെയാണ് തെരഞ്ഞെടുപ്പിൻ്റെ പ്രവർത്തനത്തിൽ ഹൈക്കമാൻഡ് കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിയെ ഏൽപ്പിച്ചത്. 3 പേര് ഒരു ത്രയമായിരുന്നു. ഉമ്മൻചാണ്ടി, രമേശ് ചെന്നിത്തല, VM സുധീരൻ.
ഈ 3 പേരും ചേർന്ന് നയിച്ച് എവിടെ കൊണ്ട് എത്തിച്ചു എന്ന് നമുക്ക് മനസ്സിലായല്ലോ. അവസാന നിമിഷം വരെ പറഞ്ഞെന്താണ് 78 സീറ്റ് കിട്ടും. ഭരണ തുടർച്ചയെ സംബന്ധിച്ച് അദ്ദേഹം പറഞ്ഞത്, ഉമ്മൻചാണ്ടിയാണ് പറഞ്ഞത് 78 സീറ്റ് കിട്ടും. പാവം കോൺഗ്രസ്സുകാർ ഉമ്മൻചാണ്ടി പറയുമ്പോൾ എന്തെങ്കിലും കാണുമല്ലോ എന്ന മട്ടിൽ ചിന്തിച്ചിരിക്കാം. ഏതായാലും അതിനുശേഷം റിസൾട്ട് വന്നപ്പോൾ നമുക്ക് മനസ്സിലായല്ലോ 22 സീറ്റ്. കോൺഗ്രസിന് 22 സീറ്റാണ് കിട്ടിയത്, കഴിഞ്ഞ തവണത്തേക്കാൾ എത്രയോ കുറവ്. അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല. അങ്ങനെ വരുമ്പം നയിച്ചതാരാണോ അവർ നയിക്കാൻ കൊള്ളാത്തവരാണെന്ന് തെളിയുന്നുണ്ടല്ലോ. പ്രത്യേകിച്ചും 78 സീറ്റ് കിട്ടുമെന്ന് പറയുമ്പോൾ അങ്ങനെ കിട്ടുമെന്ന് പറയുന്ന മനുഷ്യന് അതിൻ്റെ ഒരു യുക്തി ഉണ്ടാവും. അപ്പോൾ ഒരു യുക്തിയും ഇല്ലാതെ അങ്ങ് പറയുക 78 സീറ്റ് കിട്ടും. അങ്ങനെയാണ് സീറ്റിൻ്റെ കണക്ക് തെളിയിച്ചത്. അങ്ങനെ വരുമ്പം യുക്തിയില്ലാത്ത ആളുകൾ നയിക്കാൻ കൊള്ളാവുന്ന ആളുകളാണോ? അപ്പോൾ ആ നിലയ്ക്ക് 3 പേർ നയിച്ചിട്ട് ഈ നിലവാരത്തിൽ അയുക്തികമായ തിരഞ്ഞെടുപ്പ് ഫലങ്ങളിലേക്ക് എത്തിയാൽ ആ നയിച്ച ആൾക്കാർ ഒന്ന് പുനഃചിന്തനത്തിന് വിധേയമാകണം. അങ്ങനെ വിധേയമാകുക എന്നതാണ് സ്വാഭാവിക ജനാധിപത്യ മര്യാദ. സലീമൊക്കെ ആഗ്രഹിക്കുന്ന മര്യാദ. 2 ദിവസം ചർച്ച ചെയ്യുമ്പോൾ അതൊക്കെയാണ് മര്യാദയായിട്ട് നാം പ്രതീക്ഷിക്കുന്നത്. പക്ഷെ അങ്ങനെയല്ല സംഭവിച്ചത്. ശരിക്കും ഭരണകക്ഷി നേതാവായിരുന്ന മുഖ്യമന്ത്രിയായിരുന്നയാൾ ഞാൻ പ്രതിപക്ഷ നേതൃസ്ഥാനത്തേക്ക് ഇല്ല എന്ന് പറയുന്നു. അത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് മാതിരി ഉത്തരവാദിത്വം ഏറ്റെടുത്ത് രാജിവെക്കുകയോ ഒഴിയുകയോ ചെയ്യുന്നതല്ല. കാരണം കോൺഗ്രസ്സായി MLA-മാരുടെ എണ്ണമാണ് കൂടുതൽ. അങ്ങനെ വന്നാൽ ഞാൻ കൂടി മത്സരിക്കുന്നു എന്ന് പറഞ്ഞാൽ മത്സരം ഉണ്ടാവും. മത്സരം ഉണ്ടെങ്കിൽ പുള്ളി തോറ്റും പോകും. അങ്ങനെ ഒരു സാഹചര്യത്തിൽ മത്സരിച്ചില്ല, തോൽക്കുമെന്ന് ഉറപ്പായ സാഹചര്യത്തിൽ. അങ്ങനെ മത്സരിക്കാതിരിക്കുന്നതിൻ്റെ ബുദ്ധി നമുക്ക് മനസ്സിലാക്കാം. എങ്കിൽ ഒപ്പം UDF-ന്റെ ചെയർമാൻ പദവി കൂടി കൈയൊഴിയണമല്ലോ. അത് ഒഴിഞ്ഞുമില്ല. ചുരുക്കത്തിൽ ഇതൊരു നല്ല രീതിയാണ്. പണ്ട് ഒട്ടകത്തെ കൊല്ലാൻ വേണ്ടി ഈ സിംഹമടക്കം നടത്തിയ വലിയൊരു ഗൂഢാലോചനയുടെ കഥ നമ്മൾ കുട്ടിക്കാലത്ത് പഠിക്കുന്നില്ലേ? അങ്ങനെ വരുമ്പം അനധികൃതമായി കോൺഗ്രസ് കൂടാരത്തിലേക്ക് ഈ എന്താ പറയുക, ഹൈക്കമാൻഡ് മേളിൽ നിന്ന് കെട്ടിയിറക്കിയ ഒരു ഒട്ടകമുണ്ടല്ലോ, ആദർശത്തിൻ്റെ ഒട്ടകം. ആ ഒട്ടകത്തെ ഭംഗ്യന്തരേണ എങ്ങനെ ഹനിച്ചു കളയാം എന്ന പഴയ ആ കഥയെ ഓർമ്മിപ്പിക്കുന്ന രീതിയിൽ ബാക്കി എല്ലാവരും ചേർന്ന് അത്തരമൊരു നീക്കത്തിലേക്ക് പോയപ്പോൾ കൃത്യമായും EM സുധീരനും കാര്യങ്ങൾ മണത്തു എന്താണ് സംഭവിക്കുന്നത് എന്ന്. അദ്ദേഹം പെട്ടെന്ന് ഹൈക്കമാൻഡിലേക്ക് ചെന്ന് രാഹുൽ ഗാന്ധിയെ കണ്ട് പ്രശ്നം പരിഹരിച്ചതോടെ വാസ്തവത്തിൽ പഴയ ഗ്രൂപ്പ് വൈരം താങ്കൾ സൂചിപ്പിച്ച സലീം താങ്കൾ സൂചിപ്പിച്ച 2 ദിവസത്തെ ആ ഒരു യോഗമുണ്ടല്ലോ, എല്ലാം തുറന്നു പറഞ്ഞ യോഗമെന്ന് താങ്കൾ വിശേഷിപ്പിച്ച ആ യോഗത്തിന് ശേഷം സംഭവിച്ചത് ഗ്രൂപ്പ് വൈരം വളരുക എന്നതായിരുന്നു. ഞാൻ പറയുന്നത് മാതിരി 3 പേരും ഒഴിഞ്ഞു നിന്നുകൊണ്ട് അല്ലെങ്കിൽ ഒഴിയാമെന്ന് പറയുമെങ്കിലും ചെയ്തുകൊണ്ട് ആ കാര്യത്തിൽ ഒരു നല്ല സമീപനമാണ് സ്വീകരിച്ചിരുന്നത് എങ്കിൽ കോൺഗ്രസ് സന്മനോഭാവത്തോടെ കാര്യങ്ങൾ പുനഃപരിശോധിക്കുന്നു എന്ന് മാധ്യമപ്രവർത്തകരെങ്കിലും തോന്നിയേനെ. അങ്ങനെ തോന്നാതെ VM സുധീരനെ താൻ വിഴുങ്ങാനുള്ള ഒരു പുതിയ ടെക്നിക്കിന് ബാക്കി 2 പേർ നേതൃത്വം കൊടുക്കുന്നു എന്ന് പറയുമ്പോൾ പഴയ ത്രയങ്ങൾ തന്നെയാണ്, കാലഹരണപ്പെട്ട തോൽവി കൊണ്ടുവന്ന പഴയ ത്രയങ്ങളെ നിലനിർത്തിക്കൊണ്ടാണ് കോൺഗ്രസ് മുന്നോട്ട് പോകാൻ പോകുന്നത്. അതിനകത്ത് ഗ്രൂപ്പ് വഴക്ക് സ്വാഭാവികം. കാരണം ഈ ത്രയം കെട്ടിയിടപ്പെട്ട വെള്ളമാണ്. ഗ്രൂപ്പ് എന്ന് പറയുന്നത് അവിടെ വളരുന്ന കൂത്താടിയുമാണ്. തീർച്ചയായും. ശ്രീ ഫക്രുദ്ദീൻ, സജീവനിലേക്ക് വരുന്നതിന് മുമ്പ് ശ്രീ ഫക്രുദ്ദീൻ ടെലിഫോൺ ലൈനിലുണ്ട്. താങ്കൾ JNU-ലൊക്കെ പഠിച്ച ആൾ എന്നുള്ള നിലയിൽ കൂടിയാണ് ചോദിക്കുന്നത്. അതായത് ബെന്നി ബെഹനാനെ ഒക്കെ മാറ്റിക്കൊണ്ട് 5 കളങ്കിതരെ മാറ്റണമെന്ന ആവശ്യം സുധീരൻ ഹൈക്കമാൻഡിന്റെ മുമ്പിൽ വെക്കുന്ന ആ ഘട്ടം, അവിടെ ബെന്നി ബെഹനാനെ മാത്രം മാറ്റിക്കൊണ്ടുള്ള ഒരു നിലപാടിലേക്ക് എത്തി. പിറ്റേന്ന് ദേശീയ പത്രങ്ങൾ എഴുതി ഹൈക്കമാൻഡ് ആക്ടഡ് ആസ് എ ലോ കമാൻഡ് എന്ന് തുടങ്ങിയുള്ള ചർച്ചകളൊക്കെ നമ്മുടെ ഓർമ്മപഥങ്ങളിലേക്ക് എത്തണം. ശ്രീ ഫക്രുദ്ദീൻ, ഇതാണോ സുധീരനെതിരെ പടനീക്കത്തിന് ഇവരെ നയിക്കാൻ കാരണം? പടനീക്കത്തിന് ആത്യന്തികമായി നമ്മൾ നോക്കുമ്പോൾ യുക്തിസഹമായ ഒരു കാരണം ആർക്കും മുന്നോട്ട് വെക്കാനില്ല എന്നുള്ളതാണ് വാസ്തവം. കാരണം സുധീരൻ പറഞ്ഞതുപോലെ ഈ പറഞ്ഞ കളങ്കിതരെ മാറ്റി നിർത്തി ഉമ്മൻചാണ്ടി സ്ഥിരത്തിൽ 2004 ആന്റണിക്ക് പണി കൊടുത്ത പോലെ ഒരു പണി സുധീരന് കൊടുത്തിട്ട് സ്വാഭാവികമായിട്ട് സുധീരൻ പരാജയപ്പെട്ടു. മുമ്പ് ആന്റണിയെ തോൽപ്പിച്ചതുപോലെ, ആന്റണിയെ ഓടിപ്പിച്ചതുപോലെ സുധീരനെയും പരാജയപ്പെടപ്പെട്ട ലീഡർഷിപ്പ് എന്നൊക്കെ പറഞ്ഞ് ഓടിക്കാൻ മതി. ഇത് അതല്ലല്ലോ. ഇത് പൂർണ്ണമായിട്ട് ഹൈക്കമാൻഡും ലോ കമാൻഡും എല്ലാം തന്നെ ഉമ്മൻചാണ്ടിക്ക് കീഴടങ്ങി. ഇത് ഉമ്മൻചാണ്ടിയുടെ പരാജയമാണ്. പിന്നെ സുധീരൻ എന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞു എന്നുള്ളത് പറയുമ്പോൾ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ അടുത്ത കാലത്ത് വന്ന KPCC പ്രസിഡന്റുമാരിൽ ഏറ്റവും നല്ല ഡിസിപ്ലിനറി ആയിരുന്നു ഈ പറയുന്ന സുധീരൻ. അതിൻ്റെതായ ഗുണങ്ങളും അതിൻ്റെതായ ദോഷങ്ങളും ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഇവിടെ ഉമ്മൻചാണ്ടിയും ആകുമ്പോൾ
സുധീരൻ വാങ്ങണം എന്ന് പറയുന്നതിന് സാധാരണക്കാർക്ക് മനസ്സിലാക്കുന്ന ഒരു ലോജിക് ഇല്ല. പിന്നെ ഈ ആദർശം എന്നൊരു പവർ പൊളിറ്റിക്സിൽ വലിയൊരു സംഭവം അല്ലെങ്കിൽ പോലും എല്ലാ രാഷ്ട്രീയ പാർട്ടിയിലും ഒരു ആദർശത്തിന് മുഖം വേണം, എങ്കിൽ മാത്രമാണ് ആളുകൾക്ക് ഒരു വിശ്വാസം ഉണ്ടാവുള്ളൂ. അപ്പൊ സുധീരനെ മാറ്റി നിർത്തിയാൽ അങ്ങനെ എല്ലാവർക്കും ആക്സെപ്റ്റഡ് ആയിട്ടുള്ള ഒരു മുഖം, കാരണം അത്തരം മുഖങ്ങൾ ഇപ്പം നമ്മൾ ബാബു സാറിനൊക്കെ പോലെയൊക്കെ ചരിത്രപരമായി നമ്മുടെ മീഡിയയിലൊക്കെ ഇടപെടലിലൂടെ ആളുകളെ മനസ്സിലാക്കി അങ്ങനെ രൂപം കൊണ്ടുവന്ന സംഭവമാണ്. അപ്പൊ അങ്ങനെ രൂപം കൊണ്ടുപോയ മറ്റേ രൂപം പകരം വെക്കാനില്ല, അതാണ് പ്രശ്നം. ഉമ്മൻചാണ്ടിയാണ് ആ സ്ഥാനത്തെ കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ സംഭവം കൈവിട്ടു പോകും. കാരണം എന്ന് വെച്ചാൽ ഉമ്മൻചാണ്ടി ഒരു കളങ്കിതനാണ്, മാത്രമല്ല ഉമ്മൻചാണ്ടിയാണ് പരാജയത്തിലേക്ക് നയിച്ചത്. അപ്പൊ സുധീരനെ മാറ്റിയാണ് സുധീരനെക്കാളും നല്ലൊരാളെ മുന്നോട്ട് വെക്കണം. അങ്ങനെ ബാലറാമിനെ പോലെയോ വി.ഡി. സതീശനെ പോലെ അങ്ങനെ ആളെ മുന്നോട്ട് വെക്കാൻ പറ്റണം. ഇവരുടെ കളി അതിനല്ല, ഉമ്മൻചാണ്ടിയെ കൊണ്ടുവരാനാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇതിൽ നിന്ന് നമ്മൾ പഠിക്കുന്ന പാഠം, ഉത്തരേന്ത്യയിൽ എങ്ങനെയാണോ ഇത്തരം സാഹചര്യങ്ങൾ കോൺഗ്രസ് ഇല്ലാതായത്, ആ സാഹചര്യത്തിലേക്കാണ് ഈ ഒരു ഘട്ടത്തിൽ ഇവിടുത്തെ ഗ്രൂപ്പുകൾ ഈ കോൺഗ്രസിനെ നയിക്കുന്നത്. ഒന്നാമത്തത്. രണ്ടാമത്തെ കാര്യം, ഇവിടെ നമ്മുടെ ഹൈക്കമാൻഡ് മറ്റു സ്ഥലങ്ങളിൽ കോൺഗ്രസ് ശിഥിലമായപ്പോൾ നീറോ പണ്ട് വീണ വായിച്ചതുപോലെ വീണ വായിക്കുന്ന അവസാന വിഷയത്തിലേക്ക് ഹൈക്കമാൻഡിന് തരം താന്നിരിക്കുന്നു കൂടി പറയാതെ വയ്യ. തീർച്ചയായും ഫക്രുദ്ദീൻ ദയവായി ലൈനിൽ നിൽക്കൂ. ഫക്രുദ്ദീൻ പറഞ്ഞതുകൂടി നമുക്ക് ചർച്ചയിലേക്ക് ഉൾപ്പെടുത്തേണ്ടതുണ്ട്. ശ്രീ എ സജീവൻ, അതായത് ഒത്തുതീർപ്പ് ഭരണം എന്ന് പറയുന്നു. KPCC പ്രസിഡന്റ് ആയതിനു ശേഷം സുധീരൻ ആ നിലപാട് മാറ്റുന്നു. കോൺഗ്രസിനുള്ളിലെ ഉൾപാർട്ടി ജനാധിപത്യത്തെയൊക്കെ കഴുത്തു ഞെരിച്ചു സുധീരൻ. ഒന്ന്. രണ്ടാമത്തെ വിഷയം എന്നുള്ളത് ക്രിയാത്മകമായി സർക്കാരിനെതിരെയുള്ള വിമർശനങ്ങളെ ഒക്കെ തടയിടാൻ ശ്രമിച്ചു എന്ന കുറ്റം സുധീരൻ ചെയ്തു. 5 മന്ത്രിമാർക്കെതിരെ, കളങ്കിതരായ 5 വ്യക്തിത്വങ്ങൾക്കെതിരെ ആഞ്ഞടിക്കുന്ന സുധീരൻ ഒരിക്കലും ഉമ്മൻചാണ്ടിയുടെ പേര് പറഞ്ഞ് ആക്രമിക്കാൻ തയ്യാറായില്ല. KPCC നേതൃത്വം മാറണമെന്ന ചർച്ച ഈ ഘട്ടത്തിൽ ഭൂഷണമോ അല്ലയോ ശ്രീ എ സജീവൻ? അല്ല, KPCC പ്രസിഡന്റ് മാറണമെന്നുള്ള ചർച്ച ഭൂഷണമാണോ എന്നുള്ളതിനേക്കാൾ അത് എ ഗ്രൂപ്പിനെ സംബന്ധിച്ചിടത്തോളം അനിവാര്യമാണ്. കാരണം നേരത്തെ പല ആളുകളും പറഞ്ഞ പോലെ, ബാസുരേന്ദ്ര ബാബുക്ക് പറഞ്ഞ പോലെ, എ ഗ്രൂപ്പിന് നിലനിൽപ്പ് വേണ്ടേ? നമ്മൾ അങ്ങനെ ചിന്തിക്കാം. ഞാൻ പലപ്പോഴും അവരോട് ഒരു സഹതാപത്തോടു കൂടിയാണ് ഇതിനെക്കുറിച്ച് കാണുന്നത്. കാരണം നമുക്കറിയാം, AK ആന്റണിയും കരുണാകരനും രംഗത്ത് വന്ന അവർ പ്രബലരായിരുന്ന സമയത്ത് ഉണ്ടായ AI ഗ്രൂപ്പുകൾ, അന്ന് മുതലേ എ ഗ്രൂപ്പും I ഗ്രൂപ്പും ശക്തമാണ്. അതിൻ്റെ നേതൃത്വത്തിൽ ആദ്യഘട്ടത്തിൽ അറിയാതെ AK ആന്റണി വന്നുപോയി. അദ്ദേഹം 1900 ആ ഗ്രൂപ്പ് ഉണ്ടാക്കുന്നതിൽ പ്രധാനി എന്നുള്ള കാര്യം നമുക്കറിയാവുന്നതാണ്. അദ്ദേഹം വന്നു, പിന്നീട് അദ്ദേഹം മാറിക്കൊടുത്തില്ല. പക്ഷേ ഒരു ഘട്ടം വന്നപ്പോൾ AK ആന്റണിയെയും മാറ്റിയിട്ട് ആ ഗ്രൂപ്പ് നിലനിന്നു. അപ്പോൾ ആവശ്യം വരുന്ന സമയത്ത് തങ്ങൾക്ക് അനഭിമതനായിട്ടുള്ള ആരെയും മാറ്റാൻ അവർ തയ്യാറാവും. ഇതേ സുധീരൻ ഒരു കാലത്ത് എ ഗ്രൂപ്പിൻ്റെ ശക്തനായ വക്താവായിരുന്നു. അദ്ദേഹത്തെയും ഒരു കാലത്ത് നമുക്കറിയാമല്ലോ, എത്രയോ കാലം അദ്ദേഹം ഈ രാഷ്ട്രീയത്തിലേ ഇല്ലാത്ത പോലെ തൃശങ്കു സ്വർഗത്തിലായിരുന്നു ജീവിച്ചിരുന്നത്. പിന്നീട് ഹൈക്കമാൻഡിൻ്റെ കാരുണ്യം കൊണ്ട് ഇവിടുത്തെ ഗ്രൂപ്പിസം ഒഴിവാക്കാൻ വേണ്ടി അദ്ദേഹത്തെ ഇവിടെ കൊണ്ടുവരികയാണ് ചെയ്തത്. അന്നേ തന്നെ ഈ 2 ഗ്രൂപ്പുകാരും അദ്ദേഹത്തെ ശക്തമായിട്ട് എതിർത്തിന്. കാരണം സുധീരൻ രാഷ്ട്രീയത്തിൽ വളരെ ചാണക്യ തന്ത്രങ്ങൾ അറിയാവുന്ന ആളാണ്. അത് നമുക്ക് അദ്ദേഹം പണ്ട് MP ആയിരുന്ന സമയത്ത് ആലപ്പുഴ റെയിൽവേ ലൈൻ കൊണ്ടുപോകുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാവുന്നതാണ്. അപ്പോൾ അത്രയും ചാണക്യതന്ത്രങ്ങളുള്ള സുധീരനെ ആദ്യമേ തന്നെ അദ്ദേഹം വരാതിരിക്കാൻ വേണ്ടി ഇവർ ശ്രമിച്ചു. വന്നതിന് ശേഷം ഇവർക്ക് ഓരോ ഘട്ടത്തിലും സുധീരൻ തലവേദനയാവുകയാണ് ചെയ്തിട്ടുള്ളത്. ഈ ബാർ പ്രശ്നത്തിൽ വന്ന ബാറുകൾ അടച്ചുപൂട്ടുന്നതുമായി ബന്ധപ്പെട്ട പ്രശ്നത്തിൽ അത് സ്വാഭാവിക നടപടി പോലെ പോകുമായിരുന്ന ഒന്നിനെ സുധീരൻ തടയിട്ട് കൊണ്ടാണ് അതൊരു വലിയ പ്രശ്നമായത്. ഈ കഴിഞ്ഞ സർക്കാരിന് ഏറ്റവും വലിയ തലവേദനയായി മാറിയ സംഭവം അതായിരുന്നു. അങ്ങനെ ഓരോന്നിലും അവസാനം നമുക്കറിയാവുന്ന മെത്രാൻ കായൽ മുതൽ സന്തോഷ് മാധവൻ്റെ ഭൂമി പ്രശ്നം വരെ ഇതിൽ ഓരോന്നിനും സുധീരൻ ഇടപെട്ടു. പക്ഷെ അപ്പോഴൊക്കെ ഉണ്ടായിരുന്നൊരു കാര്യം, സാധാരണ ജനങ്ങളുമായിട്ട് ബന്ധപ്പെടുമ്പോൾ കോൺഗ്രസിനെ സ്നേഹിക്കുന്ന UDFനെ സ്നേഹിക്കുന്ന ആളുകളോട് ചോദിക്കുമ്പോൾ അവർ പറയുന്നത് ഇതിലൊക്കെ കറക്ഷന്, പ്രതിപക്ഷം തീർത്തും നിഷ്ക്രിയമായി നിന്ന സമയത്ത് പോലും ഈ സർക്കാരിൻ്റെ തെറ്റുകൾ കറക്റ്റ് ചെയ്തു പോകാനൊരു സംവിധാനം പാർട്ടി തലത്തിലുണ്ടായിരിക്കുന്നു എന്നൊരു ധാരണ അവർക്കുണ്ടായിരുന്നു. സത്യത്തിൽ അവസാന ഘട്ടത്തിൽ ഈ കളങ്കിതരെ മാറ്റുക എന്നൊരു നിലപാട് സുധീരനെടുത്തതിനോട് യോജിച്ചുകൊണ്ടാണ് ഹൈക്കമാൻഡ് പോയിരുന്നതെങ്കിൽ ഇവിടെ തീർച്ചയായിട്ടും ഒരു ഭരണമാറ്റം ഉണ്ടാവാത്തൊരവസ്ഥ, ഈ UDFന് തന്നെ ഭരണം കിട്ടുന്ന ഒരവസ്ഥ പോലും ഉണ്ടാകുമായിരുന്നു. അത് നഷ്ടപ്പെടുത്തിയിട്ട് ഇപ്പോഴത്തെ ഒരവസ്ഥയിൽ അറിയാം, എ ഗ്രൂപ്പ് പൂർണ്ണമായിട്ടും പരാജയത്തിൻ്റെ ഒരു ഘട്ടത്തിലാണ് നിൽക്കുന്നത്. ഈ പരാജയത്തിന് മുഴുവൻ ഉത്തരവാദി ഞാനാണ് എന്ന് പറഞ്ഞ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ ജയിച്ചാലും തോറ്റാലും ഉത്തരവാദിത്വം എനിക്കാണെന്ന് പറഞ്ഞാൽ ഉമ്മൻചാണ്ടിയാണ്. അദ്ദേഹം മാറുന്നതോട് കൂടിയിട്ട് പ്രശ്നം തീരുമല്ലോ.
ഇപ്പോഴതല്ല, ബാക്കിയുള്ള ആളുകൾ പറഞ്ഞ മുഴുവൻ മാറ്റി വെച്ചിട്ടുണ്ട്. ഞാൻ ഉമ്മൻചാണ്ടി പറഞ്ഞതിലേക്ക് പറയാം. അദ്ദേഹം പറഞ്ഞു, ഇപ്പം കഴിഞ്ഞ ദിവസം പറഞ്ഞു, തോൽവിക്ക് കാരണമായ ആളുകളൊക്കെ മാറി നിൽക്കുക തന്നെയാണ് ശരിയെന്ന്. ശരി ശരി സജീവേട്ടൻ പറഞ്ഞതിൽ ഒരു വിയോജിപ്പുള്ള കാര്യം എന്ന് വെച്ചാൽ, നമുക്ക് 2004 ചിത്രം നമ്മുടെ മുന്നിലുണ്ട്. അന്ന് എന്തായിരുന്നു? ആന്റണിക്കെതിരെ ഉമ്മൻചാണ്ടി ഒരു ശക്തിയായി വന്നു. അന്ന് മുമ്പില്ലാത്ത വിധത്തിൽ ഒരു സ്ഥലത്ത് വെച്ച് ബാക്കി എല്ലാ സ്ഥലത്തും, മലപ്പുറത്ത് ലീഗിൻ്റെ ഒരു മണ്ഡലം പോയി, മഞ്ചേരി പോയി, പൊന്നാനി ചോദിച്ച് ബാക്കി എല്ലാ മണ്ഡലങ്ങളും UDF പരാജയപ്പെടുത്തി. ആര്? ഉമ്മൻചാണ്ടി. അന്ന് ഉമ്മൻചാണ്ടിക്ക് എന്താ വേണ്ടത്? ആന്റണിയെ ഓടിക്കേണ്ടിയിരുന്നു. അപ്പോൾ ഉമ്മൻചാണ്ടിക്ക് ഒരു ഗുണമുണ്ട്. ഉമ്മൻചാണ്ടി വിചാരിച്ചാൽ ഒരു പക്ഷേ ജയിക്കണമെന്നില്ല, ജയിപ്പിക്കണമെന്നില്ല. പക്ഷെ ഉമ്മൻചാണ്ടി വിചാരിച്ചാൽ തോൽപ്പിക്കാൻ പറ്റും. അതിന് സലീം ഖാനെ പോലുള്ള ആളുകളുണ്ട് മൂപ്പർക്ക്. ഓരോ സ്ഥലത്തും ഉമ്മൻചാണ്ടി വിളിച്ചു കഴിഞ്ഞാൽ ഒരു ഫോൺ കോളിൽ അപ്പം ഉമ്മൻചാണ്ടിക്ക് വേണ്ടി ചാകാൻ തയ്യാറായി നിൽക്കുന്ന ആളുകളുണ്ട്. ആ അർത്ഥത്തിൽ ഏറ്റവും കൂടുതൽ ഗ്രാസ് റൂട്ട് ലെവൽ ബന്ധമുള്ള ഏറ്റവും ശക്തരായ നേതാവ് ഇന്നും ഉമ്മൻചാണ്ടി തന്നെയാണ് നിലവിലുള്ള കോൺഗ്രസ് സിസ്റ്റത്തിൽ. അതുകൊണ്ട് ഈ കളങ്കിതര മാറ്റിയതിന് സ്ഥിതി ഇതിനും മോശമായി പോകുമായിരുന്നു. നമുക്ക് ഈ പറഞ്ഞ കുഞ്ഞാലിക്കുട്ടിയെ പ്രതിപക്ഷ നേതാവായി കാണേണ്ട ഒരു അവസ്ഥാവിശേഷം ഉണ്ടാകുമായിരുന്നു. കാരണം ഉമ്മൻചാണ്ടി തോൽപ്പിക്കുക, അതാണ് പ്രശ്നം. അപ്പോൾ ആ പറയുന്നതിൽ ആ ഉമ്മൻചാണ്ടിക്കെതിരെ ഒരു വാക്കും സുധീരൻ ഉയർത്താൻ കഴിഞ്ഞില്ലല്ലോ. വലിയ വിജയം നേടിയിട്ടും തെന്നല എന്ന ഒരു പാവം മനുഷ്യൻ അദ്ദേഹം അറിയാതെ ആ സ്ഥാനത്ത് നിന്ന് മാറ്റിയ ചരിത്രം കോൺഗ്രസിനില്ലേ? അന്ന് ആന്റണിക്ക് മുഖ്യമന്ത്രിയാവാൻ സുധീരൻ അടക്കമുള്ളവർ നിന്നില്ലേ? ഈ ചോദ്യങ്ങളൊക്കെ ഉയർന്നു. സുശീൽ കുമാർ ഷിൻഡെ മഹാരാഷ്ട്ര ഇതുപോലെ തന്നെ മുന്നണിയെ ഈ പാർട്ടി അധികാരത്തിലേക്ക് നയിച്ചിട്ട് രാഖി രാമൻ അദ്ദേഹത്തിന് വിട്ടുപോകേണ്ട അവസ്ഥ വന്നിട്ടുണ്ട്. അതാണ് കോൺഗ്രസിന്റെ പ്രശ്നം. കാലോചിതമായ മാറ്റങ്ങൾക്ക് വിധേയമാകാതെ പഴയ അംബാസിഡർ ചർച്ച തുടരുമ്പോൾ ശ്രീ ഭാസുരേന്ദ്ര ബാബു, ഒത്തുതീർപ്പ് ഭരണമെന്ന് ഈ ഭരണത്തെ ആദ്യം വിളിച്ച ഒരാൾ, അതിനുശേഷം KPCC പ്രസിഡന്റായിരിക്കുമ്പോൾ അച്ചടക്കത്തിൻ്റെ പേരിൽ എല്ലാ ക്രിയാത്മക വിമർശനങ്ങളെയും സർക്കാരിനെതിരെ കഴുത്തുഞ്ഞെരിച്ച ഒരാൾ, അയാൾ കുറ്റക്കാരനല്ലേ? KPCC നേതൃത്വം താങ്കൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ത്രയമാണ് ഉത്തരവാദിത്വമെങ്കിൽ അവിടെ സുധീരൻ വരില്ലേ? അല്ല, അതിനകത്ത് സുധീരനെ എങ്ങനെയാണ് മലയാളികൾ കാണുന്നത് എന്നൊരു കാര്യം കൂടിയുണ്ട്. നമ്മുടെ ഈ ചർച്ചയ്ക്കകത്ത് നിൽക്കുന്ന ഒരു കാര്യമല്ല. എന്തുകൊണ്ട് സുധീരനെ ഇങ്ങനെ കൊണ്ടുവന്ന് അവരോധിച്ചു? അതിന് കോൺഗ്രസിനൊരു ഒരു കാര്യമുണ്ട്. അതേമാതിരി തന്നെ മലയാളിക്ക് മനസ്സിലാകുന്നൊരു കാര്യം, സുധീരനാണ് കോൺഗ്രസിൻ്റെ ഭാഗത്ത് നോക്കുമ്പോൾ താരതമ്യേന ആദർശശുദ്ധി അവകാശപ്പെടാവുന്ന ഒരാൾ. അതുപോലെ തന്നെ യാഥാസ്ഥിതിക തീരുമാനങ്ങൾക്കെതിരെ സന്ധിയില്ലാത്ത സമരം പല ഘട്ടങ്ങളിലും പ്രഖ്യാപിച്ച സാഹചര്യം അല്ലെങ്കിൽ ആ പശ്ചാത്തലമുള്ള ഒരാൾ. അങ്ങനെ പ്രതിച്ഛായയുടെ കാര്യത്തിൽ ഈ നിൽക്കുന്ന മറ്റ് നേതാക്കൾ, അത് ഉമ്മൻചാണ്ടി ആയാലും രമേശ് ചെന്നിത്തല ആയാലും, വളരെ പിഗ്മി എന്ന നിലയ്ക്കുള്ളൊരു അവസ്ഥയേ ഉള്ളൂ VM സുധീരൻ്റെ മുന്നിൽ. അത്തരമൊരു സാഹചര്യം കൂടി നിലനിൽക്കുന്നുണ്ട്. ഒരുപക്ഷെ കോൺഗ്രസ്സിന് ഒരു ആദർശ പരിവേഷം നൽകാൻ അദ്ദേഹത്തിൻ്റെ വരവ് ഗുണം ചെയ്യുമെന്ന് ഹൈക്കമാൻഡ് വിചാരിച്ചിട്ടുണ്ടാവും. അത് വിജയിക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ തെരഞ്ഞെടുപ്പിലേക്ക് എത്തിയപ്പോൾ വിജയിച്ചില്ല. അവിടെ ഇപ്പോൾ ഈ സുധീരൻ പറയുന്നത് തൻ്റെ ആദർശനിഷ്ഠയോടെയുള്ള പ്രവർത്തനം കൊണ്ടാണ് ചിറകെട്ടി 22 സീറ്റെങ്കിലും പിടിച്ചു നിർത്തിയത് എന്നാണ്. തീർച്ചയായും ശ്രീ ഭാസുരേന്ദ്ര ബാബു, നിരീക്ഷണത്തിലേക്ക് എത്തുന്നതിന് മുമ്പ് അഡ്വക്കേറ്റ് ജയശങ്കർ കൂടി നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീ ജയശങ്കർ, ചരിത്രങ്ങളൊക്കെ വളരെ നല്ല രീതിയിൽ എഴുതുന്ന ആൾ കൂടി എന്ന നിലയിൽ ഒരുപക്ഷെ തെന്നലയുടെ കാര്യമെടുക്കാം. തെന്നല KPCC അധ്യക്ഷനായി എത്തുന്ന സമയത്ത് ആ സീറ്റിൽ നിന്ന് താൻ മാറിയ വിവരം അപ്പോഴാണ് അറിയുന്നത്. മാറ്റിയതിന് ശേഷം അത്രയേറെ അപമാനിച്ചു. സ്വന്തം വീട്ടിൽ നിന്ന് തേങ്ങ വെട്ടിക്കൊണ്ടുവന്ന് KPCCയുടെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട് കെട്ടിടത്തിൻ്റെ എന്നൊക്കെ പാരമ്പര്യമുള്ള ആളാണ് തെന്നല. തീർച്ചയായും താങ്കൾക്ക് പല വിയോജിപ്പുകളും ഉണ്ടാകാം. ഒരുപക്ഷെ AK ആന്റണിയെ അത്തരത്തിൽ അവരോധിക്കാൻ VM സുധീരൻ നടത്തിയ നീക്കങ്ങൾ, ചാരൻ എന്ന് കരുണാകരനെ വിളിച്ചിട്ട് വിപ്പ് ലംഘിച്ച് വോട്ട് ചെയ്യാതിരുന്ന ആൾ, ഇത്തരത്തിൽ അച്ചടക്കരാഹിത്യങ്ങളുടെ ഒരു പരമ്പര തന്നെ സുധീരനുണ്ട്. ആ സുധീരൻ ഏതെങ്കിലും ആനുകൂല്യം അർഹിക്കുന്നുണ്ടോ? ഒരു ചോദ്യം. എല്ലാ കളങ്കിതരെയും ആക്രമിക്കുമ്പോഴും ഉമ്മൻചാണ്ടിയെ സുധീരൻ ആക്രമിക്കാതിരുന്നത് സാമുദായിക സാമ്പത്തിക കൂട്ടുകെട്ടിനെ ഭയന്നിട്ടാണോ കോൺഗ്രസിനുള്ളിലെ? ഇത്തരം ചോദ്യങ്ങളൊക്കെ നിരീക്ഷകർ ഉന്നയിക്കുന്നുണ്ട്. ഈ ഘട്ടത്തിലാണ് 3 നേതാക്കന്മാരെ സുധീരന്റെ മാറ്റവുമായി ബന്ധപ്പെട്ട് ഹൈക്കമാൻഡ് വിളിച്ചിരിക്കുന്നത്. ചർച്ച ചെയ്യാം നമുക്ക്. അഡ്വക്കേറ്റ്. അല്ല, ശ്രീ ഭാസുരേന്ദ്ര ബാബു പറഞ്ഞ അഭിപ്രായത്തോടാണ് എനിക്ക് പൊതുവേ യോജിപ്പ്. കാരണം രമേശ് ചെന്നിത്തലക്കോ ഉമ്മൻചാണ്ടിക്കോ ഉള്ള ഒരു പ്രതിച്ഛായ അല്ല കേരളീയരുടെ മുമ്പിൽ ഈ VM സുധീരനുള്ളത്. അദ്ദേഹം ആദർശശാലിയാണ്, വെറും ആദർശശാലിയല്ല. സാമ്പത്തിക ആരോപണങ്ങളൊന്നും അദ്ദേഹത്തിനെതിരെ ഉണ്ടായിട്ടില്ല. അദ്ദേഹം വ്യക്തി ജീവിതത്തിലും പൊതുജീവിതത്തിലും സംശുദ്ധി വെച്ച് പുലർത്തുന്ന ആളാണ്. ചില മൂല്യങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുന്ന ആളാണ്. കുറഞ്ഞ പക്ഷം അങ്ങനെ ഒരു തോന്നലെങ്കിലും പൊതുസമൂഹത്തിലും കോൺഗ്രസ് പാർട്ടിക്കകത്തും ഉണ്ടാക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട്. അദ്ദേഹം പ്രത്യേകിച്ച് ഒരു ഗ്രൂപ്പിന്റെയും ആളല്ല, സ്വന്തമായ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു എന്നാണ് അദ്ദേഹത്തിന്റെ വിരോധികൾ പാർട്ടിക്കകത്തുള്ളവർ പറയുന്നത്. അത് ശരിയോ തെറ്റോ എന്നുള്ള വേറെ കാര്യം. അദ്ദേഹത്തെ ഹൈക്കമാൻഡ് KPCC പ്രസിഡന്റായിട്ട് കൊണ്ടുവരുന്നതിന്
ഉമ്മൻചാണ്ടിയും രമേശ് ചെന്നിത്തലയും തുല്യനിലയിൽ എതിരായിരുന്നു. ആ ഒരു കാര്യത്തിൽ ഇവർ തമ്മിലുള്ള മറ്റെല്ലാ അഭിപ്രായ വ്യത്യാസങ്ങളും മാറ്റിവെച്ച് കൈകോർത്ത് നമ്മൾ കണ്ടതാണ്. അവർ രണ്ടുപേരും കൂടി ഈ കാർത്തികേയനെ പൊക്കാൻ ശ്രമിച്ചിട്ടും പൊങ്ങിയില്ല. കാരണം VM സുധീറിന്റെ പുറകിലുള്ളത് ഹൈക്കമാൻഡാണ്. ഹൈക്കമാൻഡ് എന്ന് പറഞ്ഞാൽ ഒന്നുകൂടി വ്യക്തതയ്ക്ക് വേണ്ടി പറഞ്ഞാൽ ശ്രീ AK ആന്റണിയാണ്. AK ആന്റണിക്കാണ് ഉമ്മൻചാണ്ടിയോട് തീർത്താൽ തീരാത്ത പകയും വിദ്വേഷവും ഉള്ളത്. കേൾക്കുന്നവർ പെട്ടെന്ന് അത്ഭുതപ്പെടും. കാരണം ആ ഉമ്മൻചാണ്ടിയും ആന്റണിയും തമ്മിലുള്ള ബന്ധം അറിയാവുന്നവർ. പക്ഷെ അങ്ങനെയല്ല. ഉമ്മൻചാണ്ടിയാണ് ആന്റണിയെ വേല വെച്ച് ഇവിടെ നിന്ന് കേന്ദ്രത്തിലേക്ക് അയച്ചത്. പിന്നെ അദ്ദേഹത്തിന്റെ ജാതക ഗുണം കൊണ്ട് അവിടെ പ്രതിരോധ മന്ത്രിയായി 8-9 കൊല്ലം ഭരിക്കാൻ പറ്റി എന്നുള്ള വേറെ കാര്യം. പക്ഷെ എന്നാലും ആ ഒരു കണക്ക് ബാക്കി കിടക്കുകയാണ്. അതിന് വേണ്ടിയിട്ടാണ് സുധീറിനെ കൊണ്ടുവന്നത്. മാത്രമല്ല മദ്യനയം ഇതുപോലെ വഷളാക്കിയതിന് സുധീരൻ വഹിച്ച മഹത്തായ പങ്ക് നമുക്കറിയാമല്ലോ. അദ്ദേഹം ആദർശപരമായ നിലപാടാണ് കൈക്കൊണ്ടതെങ്കിൽ പോലും ആത്യന്തികമായിട്ട് സർക്കാരിന്റെ പതനത്തിലേക്ക് നയിച്ച പ്രധാനപ്പെട്ട സംഭവങ്ങളുടെ ആരംഭം ഈ മദ്യനയത്തിൽ നിന്നാണ്. നിലവാരമില്ലാത്ത ബാറുകൾ പൂട്ടുന്നു, പിന്നെ നിലവാരമുള്ള ബാറുകൾ പൂട്ടുന്നു. ബിജു രമേശ് വരുന്നു, ആദ്യഘട്ടത്തിൽ KM മാണി പോകുന്നു, പിന്നെ ബാബു പോകുന്നു, പിന്നെ മന്ത്രിസഭ തന്നെ പോകുന്നു. അങ്ങനെ ഒരു അവസ്ഥയിലാണ് ഇപ്പൊ എത്തിയിരിക്കുന്നത്. മാത്രവുമല്ല ഈ പ്രതിച്ഛായ ഇല്ലാത്ത ആളുകളെ സ്ഥാനാർത്ഥി ആക്കരുതെന്ന് സുധീരൻ പറയുന്നു. അവരെ ആക്കണമെന്ന് ഉമ്മൻചാണ്ടി സാക്ഷ്യം പിടിക്കുന്നു. ആത്യന്തികമായിട്ട് സർക്കാർ പുറത്തു പോകുന്നു. അങ്ങനെ ഒരു സാഹചര്യമുണ്ട്. അപ്പൊ സുധീറിനെ സംബന്ധിച്ചോളം മറ്റവർ നടത്തിയ അഴിമതി തുറന്നു പറഞ്ഞു എന്നുള്ള അദ്ദേഹത്തിന്റെ തെറ്റ്. അതൊരു തെറ്റായിട്ട് കണക്കാക്കാൻ പറ്റുമോ? അദ്ദേഹം പറഞ്ഞ രീതിയിൽ ഈ കളങ്കിതരായ ഡൊമിനിക് പ്രസന്റേഷനെയും അതുപോലെ K ബാബുവിനെയൊക്കെ മാറ്റിയിരുന്നെങ്കിൽ ഒരു പക്ഷേ അല്പം കൂടി ഭേദപ്പെട്ട ഒരു റിസൾട്ട് UDF പ്രതീക്ഷിക്കാമായിരുന്നു. നമ്മളിപ്പോ അങ്ങനെ ആയിരുന്നെങ്കിൽ ഇങ്ങനെ ആകുമായിരുന്നു എന്ന് പറഞ്ഞാൽ അർത്ഥമില്ല. അമ്മായി ആയിരുന്നെങ്കിൽ എന്ത് സംഭവിക്കുമെന്ന് പറഞ്ഞ പോലെയാണ്. എങ്കിൽ പോലും സുധീറിന്റെ ഭാഗത്ത് നോക്കുമ്പോൾ അദ്ദേഹത്തിന് ഒരു ന്യായമുണ്ട്. ആ ന്യായം AK ആന്റണിക്കും ബോധ്യപ്പെടും, രാഹുൽ ഗാന്ധിക്കും ബോധ്യപ്പെടും. കാരണം രാഹുൽ ഗാന്ധിയെ പോലും ധിക്കരിച്ചുകൊണ്ടാണ് ശ്രീ ഉമ്മൻചാണ്ടി ഇവിടെ ഡൊമിനിക് പ്രസന്റേഷനെയും ബാബുവിനെയൊക്കെ സ്ഥാനാർത്ഥികളാക്കിയത്. അതിന് വലിയ വില കൊടുത്തല്ലോ. രാഹുൽ ഗാന്ധി കേരളത്തിൽ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ പറയാഞ്ഞത് അദ്ദേഹത്തിന് തൊണ്ടവേനയും പനിയായോണ്ടൊന്നുമല്ല. ഈ അദ്ദേഹത്തെ ധിക്കരിച്ച ഉമ്മൻചാണ്ടിക്ക് വേണ്ടി പ്രചരണം നടത്താൻ താനില്ല എന്ന ഒരു നിലപാട് കൊണ്ടായിരിക്കാനേ സാധ്യതയുള്ളൂ. അല്ലാണ്ട് രാഹുൽ ഗാന്ധി അങ്ങനെ ഈ 1.5 മാസം അല്ലെങ്കിൽ 2 മാസമോ തെരഞ്ഞെടുപ്പ് പ്രചരണം ഉണ്ടായല്ലോ. രാഹുൽ ഗാന്ധിക്ക് ഇവിടെ ഒരിക്കലും സമയം കിട്ടില്ല. ഏറ്റവും അവസരമല്ല അദ്ദേഹത്തിന് തൊണ്ടവേന വന്നത്. തൊണ്ടവേന വന്നേക്കുമ്പോൾ അത് ഈ നാട്ടിൽ തന്നെ ഉണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ നമ്മൾ കൂട്ടി വായിക്കുമ്പോൾ ഉമ്മൻചാണ്ടിയെ മാറ്റാം, രമേശിനെ മാറ്റാം, പക്ഷെ സുധീറിനെ മാറ്റാൻ യാതൊരു സാധ്യതയുമില്ല. മാത്രവുമല്ല വേറൊരു കാര്യം കൂടി ഉണ്ട്. അദ്ദേഹം ഒരു പിന്നോക്ക സമുദായക്കാരനാണ്. ഈഴവ സമുദായത്തിന്റെ ഒരു പ്രതിനിധിയായിട്ട് കൂടിയാണ് അദ്ദേഹം വന്നിട്ടുള്ളത്. അപ്പൊ ആ സമുദായത്തിൽ നിന്ന് ഇദ്ദേഹത്തെ റീപ്ലേസ് ചെയ്യാൻ മറ്റൊരാളില്ല. VM സുധീറിനെ മാറ്റിയിട്ട് K ബാബുവിനെ KPC പ്രസിഡന്റ് ആക്കാൻ പറ്റുമോ? അടൂർ പ്രകാശിനെ ആക്കാൻ പറ്റുമോ? K സുധാകരനെ ആക്കാൻ പറ്റുമോ? ഒരിക്കലും പറ്റില്ല. അപ്പോ ഈഴവ സമുദായത്തിന്റെ ഒരു പ്രതിനിധി സുധീറിന് അങ്ങനെ അവകാശപ്പെട്ടാലും ഇല്ലെങ്കിലും കോൺഗ്രസിന് തീരെ സ്വീകാര്യത കിട്ടാത്ത ഒരു സമുദായമാണെന്നുകൂടി ആലോചിക്കണം. ആ സമുദായത്തിലേക്കാണ് ഇപ്പോൾ BJP അതിശക്തമായിട്ട് അതിക്രമിച്ച് കയറാൻ ശ്രമിക്കുന്നത്. ഒരു വലിയ പരിധിവരെ അവരതിൽ വിജയിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ നമുക്ക് നൽകുന്ന ഒരു സൂചന അതാണ്. അതവിടെ നിൽക്കട്ടെ. അങ്ങനെ ഒരു സമയത്ത് കോൺഗ്രസിന്റെ ഒരു ഇഴവ മുഖം എന്ന് പറയാവുന്ന ശ്രീ VM സുധീരൻ, മറ്റു തരത്തിൽ ആദർശശാലിയായിട്ടുള്ള VM സുധീരൻ, വെള്ളാപ്പള്ളി നടേശനെ എതിർക്കുന്ന കോൺഗ്രസിലെ ഏക നേതാവ്, ഇത്രയും ഖ്യാതിയുള്ള ഒരാൾ മാറ്റാൻ പറ്റുമോ? ഒരിക്കലും മാറ്റാൻ പറ്റുകയില്ല. VM സുധീരനെ മാറ്റിക്കൊണ്ടുള്ള യാതൊരു ഫോർമുലയ്ക്കും ഹൈക്കമാൻഡ് തയ്യാറാകിയില്ല. പിന്നെ കോൺഗ്രസ് പാർട്ടിക്കകത്ത് എന്തുമാത്രം ജനപിന്തുണ ഉണ്ട് എന്നുള്ളതൊന്നും ഇവിടെ വലിയ വിഷയമായിട്ടുള്ള കാര്യമല്ല. പക്ഷേ ശ്രീ ജയശങ്കർ, അതായത് ഗ്രൂപ്പ് രഹിത പുനഃസംഘടനയ്ക്ക് താങ്കൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ രാഹുൽ ഗാന്ധിയുടെ അനുമതി ഉണ്ടായി. അതിന്റെ പിന്നിൽ AK ആന്റണി ആണോ ഇല്ലയോ എന്നുള്ളത് രണ്ടാമത്തെ വിഷയം. അത്തരത്തിൽ രാഹുൽ ഗാന്ധിയും ഹൈക്കമാൻഡും ഒക്കെ സുധീരനെ വല്ലാതെ വിശ്വസിക്കുന്നു. ചെന്നിത്തലയ്ക്കും ഉമ്മൻചാണ്ടിക്ക് പകരമുള്ള സ്പേസിൽ സുധീരൻ വരുന്നത് ചെന്നിത്തലയ്ക്കും ഇഷ്ടമല്ലേ? തീർച്ചയായിട്ടും ഉമ്മൻചാണ്ടി ഇപ്പോൾ കേരള രാഷ്ട്രീയത്തിൽ നിന്ന് പോകണം എന്ന് അദ്ദേഹത്തിന്റെ കൂടെ നിൽക്കുന്ന ആളുകൾ പോലും ആഗ്രഹിക്കുന്നു. കാരണം എന്താ വെച്ചാൽ ഉമ്മൻചാണ്ടിയാണ് കഴിഞ്ഞ 11 കൊല്ലത്തോളം കോൺഗ്രസ് പാർട്ടിയെ മുന്നിൽ നിന്ന് നയിച്ചത്. വലിയ പരാജയങ്ങൾ മാത്രമാണ് അദ്ദേഹത്തിന് നേടിക്കൊടുക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. എന്ന് പറഞ്ഞാൽ 2006 തെരഞ്ഞെടുപ്പിൽ വലിയ പരാജയം ഉണ്ടായി. കോൺഗ്രസിന്റെ അതുവരെയുള്ള ചരിത്രത്തിൽ ഏറ്റവും വലിയ പരാജയം. അത് കഴിഞ്ഞ് 2011 ഇവർക്ക് ഭൂരിപക്ഷം കിട്ടിയ തെരഞ്ഞെടുപ്പിൽ പോലും മാർക്സിസ്റ്റ് പാർട്ടിയേക്കാൾ വളരെ കുറവ് സീറ്റുകൾ മാത്രമേ കോൺഗ്രസിന് ജയിക്കാൻ പറ്റുള്ളൂ. ജയിക്കുമ്പോൾ പോലും തോക്കുന്ന സാഹചര്യം ഉണ്ടായി. അത് കഴിഞ്ഞ് ഈ തെരഞ്ഞെടുപ്പിലും വലിയ പരാജയത്തിലേക്ക് നയിക്കും. അങ്ങനെ 3 തെരഞ്ഞെടുപ്പുകളിൽ തുടർച്ചയായി പരാജയപ്പെട്ട ഒരു നേതാവാണ് ശ്രീ ഉമ്മൻചാണ്ടി. അപ്പൊ അദ്ദേഹം മാറേണ്ടത് ഒരു കാലത്തിന്റെ ആവശ്യപ്പെടുന്ന ഒരു രീതി മാത്രമാണ്. അദ്ദേഹം മാറാൻ സന്നദ്ധം പഠിപ്പിച്ചു. അദ്ദേഹം മാറുകയും ചെയ്തിരിക്കും. ഇനിയിപ്പോൾ ആ സ്ഥാനത്തേക്ക് വരേണ്ടത് ആരാണ് എന്നതാണ് അടുത്ത ചോദ്യം. തീർച്ചയായിട്ടും ഇപ്പോൾ ആ സീറ്റിലിരിക്കുന്ന രമേശ് ചെന്നിത്തലയാണ്. 5 കൊല്ലം അദ്ദേഹത്തിന്റെ മുന്നിലുണ്ട്. 5 കൊല്ലം കഴിഞ്ഞ് നടക്കാൻ പോകുന്ന പൊതുതെരഞ്ഞെടുപ്പിൽ എന്ത് സംഭവിക്കും നമുക്ക് ഇപ്പൊ പറയാൻ പറ്റുകയില്ല. ഒരുപക്ഷെ അന്നുള്ള കളിക്ക് ഇപ്പോഴുള്ള മുന്നോട്ടുള്ള എറിയായിരിക്കാം ഇപ്പോൾ നടക്കുന്നത്. തീർച്ചയായിട്ടും. മാത്രമല്ല രമേശ് അദ്ദേഹം KPCC പ്രസിഡന്റ് ആയിരിക്കുമ്പോഴോ മന്ത്രിസഭയിൽ 2ാം സ്ഥാനക്കാരനായിരിക്കുമ്പോഴോ ഒരിക്കലും ഉമ്മൻചാണ്ടിയെ അട്ടിമറിക്കാൻ ശ്രമിച്ചിട്ടില്ല. അദ്ദേഹത്തിന് വേണമെങ്കിൽ ശ്രമിക്കാമായിരുന്നു. പക്ഷേ 2 കാരണമുണ്ട്. ഒന്ന്, ഉമ്മൻചാണ്ടിയുടെ കൂടെയാണ് കൂടുതൽ MLA മാര്. ഘടകകക്ഷികളുടെ പിന്തുണ ഉമ്മൻചാണ്ടിക്കായിരുന്നു.
പിന്നെ മാത്രമല്ല രമേശിനെ സംബന്ധിച്ചും വേറൊരു സൗകര്യമുണ്ട്. കാരണം ഉമ്മൻചാണ്ടി കഴിഞ്ഞ അടുത്ത ജനറേഷനിൽപ്പെട്ട ആളാണ്. അവർ തമ്മിൽ 10-18 വയസ്സിന്റെ വ്യത്യാസമുണ്ട്. അപ്പൊ രമേശ് വെയിറ്റ് ചെയ്യാൻ തയ്യാറായിരുന്നു. ഇപ്പൊ അദ്ദേഹത്തിന്റെ സമയം ശരിക്കും പഴം പഴുത്തു, അദ്ദേഹത്തിന് കിട്ടിയിരിക്കുകയാണ്. ഇനി അദ്ദേഹത്തിനെ സംബന്ധിച്ചോളം പ്രധാനം ആ സീറ്റിൽ ഉറച്ചിരിക്കുക. ആ സീറ്റിൽ നിന്ന് കുഞ്ഞാലിക്കുട്ടിയോ കെ എം മാണിയോ മറ്റാരെങ്കിലുമോ എത്രാമാരോ ആരെങ്കിലും തട്ടിത്തെറിപ്പിക്കാതെ നോക്കുക എന്നുള്ളതാണ്. പക്ഷെ രമേശിനോട് സൗകര്യമുള്ളത് ഒരു പ്രബല സമുദായത്തിന്റെ അല്ലെങ്കിൽ പ്രബല സമുദായ സംഘടനയുടെ പ്രബല നേതാവിന്റെ പിന്തുണ ഉണ്ട്. അത് തന്നെ ആയിരിക്കും ഒരുപക്ഷെ ചെന്നിത്തലയ്ക്കെതിരെ സുധീരൻ വരുന്നതിനെ ചെന്നിത്തല ഭയപ്പെടുന്നത്, ഉമ്മൻചാണ്ടിയെ ഭയപ്പെടുന്നതിനേക്കാളും. അത് ആ ഒരു ആംഗിൾ ഉണ്ടെങ്കിൽ പോലും ഈ നായർ സമുദായമാണ് ഈ തിരുവിതാംകൂർ കൊച്ചി ഭാഗത്തൊക്കെ കോൺഗ്രസിന്റെ ഒരു പ്രധാന പിൻബലമായിട്ടുള്ള സമുദായം. നായർ സിറിയൻ ക്രിസ്ത്യൻ സമുദായങ്ങളാണ്. അവിടുത്തെ ഒരു കാര്യം നോക്കുമ്പോൾ സിറിയൻ ക്രിസ്ത്യന്റെ ഒരു പ്രതിയാണ് ശ്രീ ഉമ്മൻചാണ്ടി. അദ്ദേഹം ഇപ്പൊ മാറുകയാണ്. അപ്പോൾ ആ അടുത്ത സ്ഥാനത്തേക്ക് ശ്രീ സുകുമാരൻ നായരുടെ ഭാഷ പറഞ്ഞാൽ താക്കോൽ സ്ഥാനത്തേക്ക് ഇപ്പൊ രമേശ് എത്തിയിരിക്കുകയാണ്. ഇപ്പോഴാണ് അദ്ദേഹം താക്കോൽ സ്ഥാനത്ത് ശരിക്കും എത്തിയത്. അപ്പൊ അടുത്ത തെരഞ്ഞെടുപ്പ് ആകുമ്പോഴേക്ക് ഇപ്പോൾ BJP-യിലേക്ക് പോയിട്ടുള്ള നായന്മാരെ കുറെ പേരെങ്കിലും ഒക്കെ കോൺഗ്രസിലേക്ക് തിരിച്ചു കൊണ്ടുവരണമെങ്കിൽ ആരുണ്ടാവണം? തീർച്ചയായിട്ടും രമേശ് ഉണ്ടായിരിക്കണം. അതിന് സുധീരൻ പോരാ, സുധീരനും വേണം. സുധീരൻ KPCC പ്രസിഡന്റായിട്ട് വേണം, രമേശ് പ്രതിപക്ഷ നേതാവായിട്ട് വേണം. എന്നാൽ മാത്രമേ സാധിക്കുള്ളൂ. പിന്നെ മെത്രാന്മാരെ ഏത് രീതിയിൽ കൊണ്ടുവരുന്നതൊക്കെ ആ സമയത്ത് ആലോചിക്കണം. കാരണം ഓർത്തഡോക്സ് മെത്രാനെ കൊണ്ടുവരുമ്പോൾ യാക്കോബായ മെത്രാനെതിരാവും, കത്തോലിക്കിനെ കൊണ്ടുവരുമ്പോൾ അകത്തോലിക്കിനെതിരാവും, മർത്തോമക്കാരൻ വരുമ്പോൾ അങ്ങനെ പല CSIക്കാരെതിരാവും. അങ്ങനെ പല കുഴപ്പങ്ങളുണ്ട്. ഇടതുമുന്നണിയിലെ പോലെ അല്ലല്ലോ. അവിടെ കംപ്ലീറ്റ് ഈ ജാതീയ സംഘടനകളുടെ വലിയ പെർമ്യൂട്ടേഷൻ കോമ്പിനേഷൻ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. തീർച്ചയായും ശ്രീ ഭാസുരേന്ദ്ര ബാബു, താങ്കൾക്ക് പോകാൻ കൂടി തിരക്കുള്ളത് കൊണ്ട് താങ്കളിലേക്ക് തന്നെ എത്താം. അതായത് ഒരു പക്ഷേ കോൺഗ്രസിനുള്ളിൽ ഇപ്പോൾ മുമ്പോട്ട് വെക്കുന്ന ചർച്ചകൾ, സുധീരനുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ചർച്ചകൾ ആശാസ്യമായ രീതിയിൽ ആ പാർട്ടിയെ പിടിച്ചു നിർത്താൻ സഹായിക്കുന്നതാണോ, അതോ സുധീരൻ എന്ന ഇമേജിൽ ബിംബത്തിൽ മതിമറക്കുകയാണോ ഹൈക്കമാൻഡ്? ഉമ്മൻചാണ്ടിയുടെ പ്രായോഗികമായ നീക്കങ്ങളെ അപ്രസക്തമാക്കുന്നത് ഒരുപക്ഷെ പാർട്ടിയുടെ നാളത്തെ നടത്തിപ്പിന് ഭീഷണിയാകുമോ? ഇതൊന്നും ചർച്ച ചെയ്യുന്ന കോണുകൾ ഹൈക്കമാൻഡിലില്ലേ ശ്രീ ഭാസുരേന്ദ്രൻ? ഈ കഴിഞ്ഞ 2 ദിവസം നടന്ന സമ്മേളനത്തെക്കുറിച്ച്, ഇവരുടെ കോൺക്ലേവിനെ കുറിച്ച് സലീം പറയുകയുണ്ടായല്ലോ. അപ്പോൾ അങ്ങനെ നെയ്യാറിൽ വെച്ച് ഞാൻ പറയുന്നത്, അവിടെ യഥാർത്ഥത്തിൽ ഉയർന്നു വരേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്തായിരുന്നു? കോൺഗ്രസിന് എപ്പോഴും ഒരു രീതിയുണ്ട്. പഴയ രീതിയിൽ നമ്മൾ കോൺഗ്രസിനെ നോക്കിയാൽ ഒരു ക്രിസ്ത്യാനി മുഖ്യമന്ത്രിയാണെങ്കിൽ പ്രസിഡന്റ് നായരായിരിക്കും. ഇനി നായർ മുഖ്യമന്ത്രിയാണെങ്കിൽ ക്രിസ്ത്യാനി പ്രസിഡന്റ്. ഈ നിലയ്ക്ക് ക്രിസ്ത്യാനികൾക്കും നായർക്കും ഇടയിൽ ഒരു വിഭജനം ഉണ്ടായിരുന്നെങ്കിൽ അതിനെ വെല്ലുവിളിച്ചുകൊണ്ട്, അതിൻ്റെ സാമുദായിക ബോധത്തെ വെല്ലുവിളിച്ചുകൊണ്ട് വന്ന നേതാക്കളാണ് ഉമ്മൻചാണ്ടിയും AK ആൻ്റണിയും VM സുധീരനുമൊക്കെ. ആ കാലഘട്ടത്തിൽ അവർ ഉയർത്തിപ്പിടിച്ച എന്താണ്? അങ്ങനെയാണ് ഇടതുപക്ഷത്തിന് പോലും മുന്നിൽ വരാൻ അവർക്ക് കഴിഞ്ഞത്. ഇടതുപക്ഷത്തെ തന്നെ അതിജീവിച്ചുകൊണ്ട് മുന്നോട്ട് വന്നു. ഇപ്പോഴാകട്ടെ ഇടതുപക്ഷം വളരെ വ്യക്തമായൊരു കാഴ്ചപ്പാടോടെ ഒരുപക്ഷെ കേരള രാഷ്ട്രീയത്തിലെ അസംഖ്യം കാര്യങ്ങൾക്ക് വിട ചൊല്ലുന്ന രീതിയിൽ വിച്ഛേദിച്ചുകൊണ്ട് പുതിയ സാഹചര്യങ്ങളെക്കുറിച്ച് ആലോചിച്ച് മുന്നോട്ട് വരുന്നു. എങ്ങനെയാണ് കോൺഗ്രസ് അതിൻ്റെ സമീപനത്തെ മാറ്റാൻ പോകുന്നത്? കേരളത്തിൽ നിലനിൽക്കണമെങ്കിൽ ആധുനികമായ പ്രമേയങ്ങളെ അവർക്ക് അഡ്രസ്സ് ചെയ്യാൻ കഴിയണം. അതിന് പറ്റുന്നൊരു യുവത്വം കോൺഗ്രസ്സിന് വേണം. എന്താണ് ഈ ആധുനിക പ്രമേയം? അത് റിവൈവലിസ്റ്റ് എതിർക്കുക എന്നത് തന്നെയാണ്. മതമൗലിക വാദാധിഷ്ഠിത രാഷ്ട്രീയത്തെ, ഉദാഹരണത്തിന് കോൺഗ്രസ്സിന് BJP എതിർക്കാൻ കഴിയാത്തത് കൊണ്ട് അതിജോഗിയെ പോലെയുള്ള ആൾക്കാർ പുറത്തുപോയി പാർട്ടി ഉണ്ടാക്കുന്നു, അല്ലേ നാം കാണുന്നത്. ആ അർത്ഥത്തിൽ കേരളത്തിലെ കോൺഗ്രസ്സുകാർക്ക്, യുവാക്കളായ കോൺഗ്രസ്സുകാർക്ക്, മാത്യു കുഴൽനാടൻ, സലീം തുടങ്ങിയ ആളുകളെ തന്നെയാണ് ഞാൻ പറയുന്നത്. അവർക്ക് എങ്ങനെ ഇപ്പോൾ ഇടതുപക്ഷം ചെയ്യുന്നത് മാതിരി അടിസ്ഥാനപരമായും BJPക്കെതിരായ ആശയങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഒരു മതേതര മൂല്യ സമാഹരണം നടത്താൻ കഴിഞ്ഞാൽ കോൺഗ്രസിന് മുന്നോട്ട് പോകാൻ കഴിയും. പക്ഷേ ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ, ഈ ഹൈക്കമാൻഡിൻ്റെ താഴെയിരിക്കുന്ന ലോ കമാൻഡിനും AK ആൻ്റണി അടക്കം, VM സുധീരൻ അടക്കം, ഉമ്മൻചാണ്ടി അടക്കം, രമേശ് ചെന്നിത്തല അടക്കമുള്ള പഴയ നേതാക്കൾക്കും അത് അസാധ്യമാണ്. യഥാർത്ഥത്തിൽ ഇവരിൽ നിന്ന് കോൺഗ്രസിനെ എങ്ങനെ രക്ഷിക്കാം എന്നാണ് സലീമും മാത്യു കുഴൽനാടനെയും പോലെയുള്ള യുവാക്കൾ. ഞാൻ മാത്യു കുഴൽനാടനെ പറയുന്നത്, അദ്ദേഹം ഒരു ഘട്ടത്തിൽ യുവാക്കളെ അണിനിരത്തി ഒരു പ്രകടനം തന്നെ കാഴ്ചവെക്കുകയുണ്ടായി ആന്റണിയുടെ മുന്നിൽ. ആ അർത്ഥത്തിൽ ഒരു വലിയ മാറ്റം, തലമുറ മാറ്റം ഇവരുടെ രാഷ്ട്രീയത്തിൽ വരാത്തിടത്തോളം കാലം, അത് VD സതീശൻ പറഞ്ഞതുമാതിരി തലമുറ മാറ്റം വരാത്തിടത്തോളം കാലം കോൺഗ്രസിന്റെ ഗതി അധോഗതിയാണ് സലീം.
തീർച്ചയായും ശ്രീ പി എസ് സലീം, അതായത് പി ടി തോമസിനൊക്കെ ലഭിച്ചതുപോലെ ഒരു സാധ്യത താങ്കളടക്കമുള്ള യുവ നേതൃത്വത്തിന് ലഭിക്കാം എന്ന ധ്വനിയാണ് ശ്രീ ഭാസുരേന്ദ്ര ബാബു വിട്ടത്. ഒരുപക്ഷെ ഞാൻ അതിലേക്ക് തൊടുന്നുമില്ല. പക്ഷേ ഇപ്പോൾ നടക്കുന്ന അനുകൂല ശത്രുക്കൾക്കെതിരായ പോരാട്ടത്തിൽ ഒരു ചേരിയിൽ നിന്നുകൊണ്ട് പോരാടേണ്ടതിൻ്റെ അനിവാര്യത കോൺഗ്രസിൻ്റെ ആഭ്യന്തര നേതൃത്വത്തിലേക്ക് വന്നു ഭവിച്ചിരിക്കുകയാണ്. കൃത്യമായും ആദർശത്തിൻ്റെ മുഖം എന്ന രീതിയിൽ സുധീരൻ മാത്രം ഉയരുന്നു, മറുപക്ഷം മറ്റൊരു രീതിയിൽ താഴുകയും ചെയ്യുന്നു. ഈ നിരീക്ഷണങ്ങൾ ശക്തമാകുന്ന ഘട്ടത്തിൽ ഹൈക്കമാൻഡിനെ എങ്ങനെ സ്വാധീനിക്കാനാകും നിലവിലത്തെ നേതൃത്വത്തിന്? ആദ്യം പറഞ്ഞെടുത്താണ് നിൽക്കുന്നത്. അല്ല, വക്രതീരും സജീവം ഒക്കെ പറഞ്ഞ ചില കാര്യങ്ങളുണ്ട്. എനിക്ക് അവരോട് ഒരു കാര്യം പറയാനുള്ളൂ. ജെറുസലേം സുന്ദരിമാരെ നിങ്ങൾ ഞങ്ങളെ ഓർത്ത് വിലപിക്കേണ്ട, നിങ്ങളെയും നിങ്ങളുടെ തലമുറയിൽ ഓർത്ത് വിലപിക്കുമെന്ന് പറഞ്ഞതുപോലെ കോൺഗ്രസിൻ്റെ നേതൃപരമായ കാര്യങ്ങളെക്കുറിച്ചും അതിന്റെ ബാലൻസിങ്ങിനെ കുറിച്ചൊന്നും ഇവരൊട്ടും ബോധറിയേണ്ട കാര്യമില്ല. കേരളത്തിലെ കോൺഗ്രസ്, അത് കോൺഗ്രസ് നേതൃത്വം ഇവിടെ സൂചിപ്പിച്ച പോലൊന്നും, അല്ലെങ്കിൽ ജയശങ്കർ സൂചിപ്പിച്ച പോലൊന്നും അവരെയൊന്നും സാമുദായികമായി ബ്രാൻഡ് ചെയ്യപ്പെടേണ്ട ആളുകളൊന്നുമല്ല. അല്ലെങ്കിൽ വി എം സുധീരൻ ഈഴവയാണ്, രമേശ് ചെന്നിത്തല നായരാണ്, ഉമ്മൻചാണ്ടി ശ്രീകൃഷ്ണൻ, ഇങ്ങനെ ഇതൊന്നും ഞങ്ങൾ ചങ്ങനാശ്ശേരി NS കോട്ടേഴ്സിന് മുമ്പിൽ, അരമനയ്ക്ക് മുമ്പിൽ വിദ്യാഭ്യാസം നടത്തിയ, ചങ്കുറപ്പുള്ള പോരാട്ടം നടത്തിയ ഒരു നേതൃനിരയാണ്. ഇവരുടെയൊന്നും ഒരു മനസ്സിൽ ഒരിക്കലും അത്തരം സാമുദായികപരമായ പ്രാതിനിധ്യത്തിൻ്റെയോ അല്ലെങ്കിൽ ആ വഴിയിലൂടെ കേരളത്തിലെ കോൺഗ്രസിനെ രക്ഷപ്പെടുത്താമെന്നുള്ള ഒരു വ്യാമോഹമൊന്നും ഒരിക്കലും ഉണ്ടായിട്ടില്ല. സെൻട്രൽ ട്രാവൻകൂറിലെ പ്രമുഖമായ മുസ്ലിം വനിതാ നേതാവ് രമേശിനെ പറ്റി എനിക്ക് അങ്ങനെ അഭിപ്രായമൊന്നുമില്ല. എനിക്ക് രമേശിന് ഇഷ്ടമാണ്. പക്ഷെ എന്നോട് പറഞ്ഞൊരു കാര്യമോ, അങ്ങേരിങ്ങനെ കാണുന്നത് കടുത്ത മുസ്ലിം വിരോധി എന്നാ. ഞാൻ പറയും, ആ ഒറ്റപ്പെട്ട വൈകാരിക പ്രകടനങ്ങൾ നിങ്ങൾ കേരളത്തിലെ കോൺഗ്രസിനെ ഒരു പൊതുവായ വിലയിരുത്തൽ ഉപയോഗിക്കാതെ, ഇതൊക്കെ ഒന്നും അത് തന്നെ ഈ ചർച്ചയിൽ പറയുന്നതന്നെ ഒരു അല്ല ഞാൻ പറയാം, നമ്മൾ അങ്ങനെ ഒരു ചർച്ചയെ ഇങ്ങനെ ജനറലൈസ് ചെയ്യാൻ പാടില്ല. ഞങ്ങളുടെ പാർട്ടി ഒരു സെക്യുലർ സ്റ്റാൻഡുള്ള പാർട്ടിയാണ്. കഴിഞ്ഞ ദിവസം നെയ്യാർ ഡാമിലെ ക്യാമ്പിൽ അത് കുറെ കൂടി അത് പിന്നെ ശക്തിപ്പെടുത്തുന്ന ഒരു നിലപാടാണ് സ്വീകരിച്ചത്. ഏതെങ്കിലും സമുദായിക നേതാക്കന്മാരെ അല്ലെങ്കിൽ ഇപ്പോൾ വെള്ളാപ്പള്ളിയോ കാന്തപുരമോ ഇവരുടെ ഒന്നും മുന്നിൽ പോയി നിന്ന് കോൺഗ്രസിന് വോട്ട് ചോദിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാവാതിരിക്കുന്ന ഒരു രാഷ്ട്രീയമാണ് ഞങ്ങളുടെ മുമ്പിലുള്ളത്. പക്ഷെ ഞങ്ങളുടെ നേതാക്കന്മാരെ നിങ്ങളിപ്പം വി എം സുധീരനെ കുറിച്ച് പറഞ്ഞ നല്ല വാക്കുകൾക്ക് ഇപ്പൊ KPCക്ക് വേണ്ടി എനിക്ക് നന്ദിയുണ്ട്. പക്ഷെ ഇതൊന്നും പറഞ്ഞ് അതിന്റെയൊക്കെ അതിന്റെയൊക്കെ പിന്നിൽ ഗൂഢോദ്ദേശം അത് സമ്മതിച്ചു തരാൻ കഴിയില്ല. ഞങ്ങളുടെ നേതൃത്വം വളരെ സമ്പന്നമാണ്. അതിൽ നേരത്തെ ഞാൻ പറഞ്ഞത് ഷാനിമോൾ ഉസ്മാനെ പറ്റി അല്ല, മനസ്സിലായി. ഷാനിമോൾ ഉസ്മാൻ അല്ല എന്നോട് പറഞ്ഞത്. പിന്നെ അവരിപ്പോ ഈ പാർട്ടി ആരായാലും രണ്ടാമത്തെ അല്ല അതിന് മുമ്പ് പറഞ്ഞ പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാല് ഈ മുസ്ലിം ലീഗ് സമ്മേളനം കൂടുമ്പോൾ നമുക്ക് അവിടെ എന്താ കോഴി ബിരിയാണിക്ക് വേണ്ടി അടിയാ. ഇവര് പല ആളുകൾ നായന്മാരായതുകൊണ്ട് മൂപ്പരൊക്കെ കാക്കായുള്ളൂ ഈ കോഴി ബിരിയാണി കഴിക്കുന്നത്. അവിടെ ഈ കോഴികൾക്ക് ആത്മാഹൂതി ചെയ്യേണ്ടി വന്നില്ല. അതാണ് ഈ കഴിഞ്ഞ ഇവരുടെ ഈ നെയ്യാർ ഡാമിൽ നടന്ന മീറ്റിംഗിന്റെ ഏറ്റവും വലിയ ഗുണം. ശ്രീ സജീവൻ, എനിക്ക് ഈ രക്തത്തിൽ പങ്കില്ല. ഇവരൊക്കെയാണ് ഇത് പറഞ്ഞത്. അത്തരത്തിൽ സാമുദായികമായ അൺപാർലമെന്ററി ആയി പറയാവുന്ന കാര്യങ്ങളൊക്കെയാണ് ഈ രാഷ്ട്രീയത്തിന്റെ മുകളിലുള്ളത് എന്നൊരു വാദവും എനിക്കില്ല. പക്ഷേ ഒരു കാര്യം, ഇതൊക്കെ സാമുദായികമായി ഉള്ളടങ്ങിയിട്ടുണ്ട് എന്ന് നിങ്ങൾ നിരീക്ഷകർ പറയുന്നതാണ്. ഇവിടെ സുധീരനെതിരായി ഇപ്പോൾ നടക്കുന്ന നീക്കത്തിന്റെ സാങ്കത്യങ്ങൾ ഏതൊക്കെ വിധത്തിലാണ് പുരോഗമിക്കുന്നത്? അതിന് സാധ്യത കൂട്ടുമോ ഈ സാമുദായിക കൂട്ടുകെട്ട് ഇവർ ആരോപിച്ചത്? അല്ല, നമുക്ക് പറയാമല്ലോ വളരെ വ്യക്തമായിട്ട്. സലീം മനസ്സിരുത്തി കേൾക്കേണ്ട രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, ഇത് ജാതി രാഷ്ട്രീയവും മറ്റ് മതരാഷ്ട്രീയവുമാണ് എന്നെ ഈ രീതിയിലേക്ക് ഒതുക്കിയതെന്ന് ഈ കഴിഞ്ഞ ദിവസം പറഞ്ഞ ഷാനിമോൾ ഉസ്മാനാണ്. അവർ കോൺഗ്രസ്സുകാരിയാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. രണ്ടാമത്തെ കാര്യം, സുധീരൻ ഈ വെള്ളാപ്പള്ളി നടേശൻ്റെ പിന്നാലെ വാളുമെടുത്ത് നടക്കുന്ന സമയത്താണ് ഏറ്റവും ഈ അവസാനത്തെ സർക്കാർ തീരുമാനം ഉണ്ടല്ലോ, അതിൽ വെള്ളാപ്പള്ളി നടേശൻ്റെ SN ട്രസ്റ്റിന് കുറേ ഭൂമി വിതരണം ചെയ്തത്. അത് നമ്മൾ മറക്കരുത്. എന്തിനു വേണ്ടിയിട്ടായിരുന്നു? വെള്ളാപ്പള്ളി നടേശൻ BDJS ഉണ്ടാക്കിയിട്ട് BJPയുടെ പിന്നാലെ അടുത്ത മുഖ്യമന്ത്രിയാവാൻ വേണ്ടിയിട്ട് നടക്കുകയായിരുന്നു.
കേരളത്തിലെ മുഖ്യമന്ത്രിയാവാൻ നടക്കുന്ന വെള്ളാപ്പള്ളി നടേശൻ്റെ പാർട്ടിക്ക് ഭൂമി വിതരണം ചെയ്ത് എന്ത് കാര്യത്തിന് വേണ്ടിയായിരുന്നു? ഏക്കർ കണക്കിന് ഭൂമി കൊടുത്തു. അപ്പം സാമുദായിക പ്രീണനം ഇല്ല എന്ന് പറയരുത്. പിന്നെ ആ പാർട്ടിയിലെ മതേതരത്വത്തെക്കുറിച്ചൊക്കെ നമുക്കറിയാവുന്നതാണ്. ഈ ഷാനിമോളിനെ പോലുള്ള ആളുകൾ, അത് ഒറ്റപ്പെട്ട സംസാരമല്ല. ഷാഹിദ കമാൽ എന്തുകൊണ്ടാണ് പോയത്? അവരും പറഞ്ഞ ഇത്തരം കാര്യങ്ങളാണല്ലോ. എത്രയോ പേർക്ക് ഈ പ്രശ്നങ്ങളുണ്ട്. കോൺഗ്രസ് നിന്ന് പല ആളുകളും പല ഘട്ടങ്ങളിലായിട്ട് ശക്തമായിട്ട് ശബ്ദം ഉയർത്തിയിട്ടുള്ളതാണ്. അപ്പോൾ മറ്റൊന്ന്, സുധീരനെതിരെ സുധീരൻ അനുകൂലമായി പറയുമ്പോൾ അത് മറ്റെന്തോ ഉദ്ദേശത്തോടു കൂടിയാണ് എന്ന് സലീം വിചാരിക്കരുത്. സുധീരൻ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങളുടെ പാർട്ടിയിലെ നല്ല ശബ്ദമായതുകൊണ്ടാണ് പറയുന്നത്. അതല്ലാതെ ഇപ്പോഴും എല്ലാ ഉത്തരവാദിത്വവും ഞാൻ ഏറ്റെടുത്തു എന്ന് പറഞ്ഞ് നിൽക്കുകയും ഈ അവസാന ഘട്ടത്തിൽ എത്രയെത്ര തുടർച്ചയായിട്ട് സർക്കാരിനെ ചീത്തപ്പേരുണ്ടാക്കുന്ന എത്രയെത്ര തീരുമാനങ്ങൾ, മന്ത്രിസഭാ തീരുമാനങ്ങൾ ഉണ്ടായി. അതൊക്കെ ഉണ്ടാക്കി തീർത്തത് പ്രശ്നമല്ലേ? ആളുകൾ സോളാറും ഈ ബാർക്കോഴയൊക്കെ മറന്നു കിടക്കുമ്പോഴും ഈ അവസാന ഘട്ടത്തിലെ തീരുമാനങ്ങളാണ് സർക്കാരിൻ്റെ പതനത്തിന് കാരണമായതെന്ന് കോൺഗ്രസ്സുകാർ പോലും പറയുന്നു. പിന്നെ മറ്റാളുകളുടെ അഭിപ്രായങ്ങൾ ഞങ്ങൾ എടുക്കുന്നില്ല എന്ന് സലീം പറഞ്ഞത് തെറ്റായിട്ടുള്ള കാര്യമാണ്. കാരണം പുറത്തു നിന്നുള്ള ആളുകൾ എങ്ങനെ വിലയിരുത്തുമെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. കോൺഗ്രസ്സിൽ കോൺഗ്രസ് രക്ഷപ്പെടണമെങ്കിൽ മറ്റുള്ള ആളുകൾ പറയുന്ന സത്യസന്ധമായ അഭിപ്രായങ്ങൾ ഉൾക്കൊള്ളാൻ ശ്രമിക്കണം. പിന്നെ ഒരു കാര്യം വെച്ചാൽ ഇപ്പോൾ എന്താക്കിയാലും, ഇപ്പോൾ സുധീരനെ നിലനിർത്തിയാലും തഴഞ്ഞാലും പാർട്ടിക്ക് ദോഷമാണ്. തഴയാൻ ഹൈക്കമാൻഡ് തയ്യാറായി എന്ന് വെക്കുക. അപ്പോൾ ഇതിൻ്റെ ഒരു സുധീര മുഖം പൂർണ്ണമായിട്ടും എന്തായാലും അദ്ദേഹം ആദർശ ധീരനാണോ അല്ലയോ എന്നുള്ളതൊക്കെ ഞങ്ങളുടെ കാര്യമല്ല. പക്ഷെ അങ്ങനെ പറയപ്പെടുന്നുണ്ടല്ലോ. അത് നേരത്തെ ജയശങ്കറും പറഞ്ഞു. ഒരുപക്ഷെ സജീവൻ രണ്ട് ചോദ്യങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട് ഉയരേണ്ടത്. ഒരുപക്ഷെ ഉമ്മൻചാണ്ടിക്കും വിഭാഗത്തിനും മാത്രമാണോ ഈ തിന്മയുടെ മുഴുവൻ മുൾക്കിരീടവും വെച്ചു കൊടുക്കാൻ അർഹത? അവിടെ സുധീരന് രഹസ്യമായ ഒരു പങ്കില്ലേ? ഉമ്മൻചാണ്ടിക്കെതിരെ അവസാന ഘട്ടത്തിൽ പോലും എതിർത്തിട്ടില്ലല്ലോ സുധീരൻ. അതൊന്ന്. രണ്ട്, ബെന്നി ബെഹനാനെ അടക്കം മാറ്റിക്കൊണ്ട് സുധീരൻ അനുകൂലമാണ് ഹൈക്കമാൻഡ് എന്ന തീരുമാനം ശക്തമായി നിലനിൽക്കുന്നില്ലേ? ഒരുപക്ഷെ തെന്നലയെ എടുത്തു മാറ്റിയതുപോലെ സുധീരനെ എടുത്തു മാറ്റാനാകുമോ? ഈ രണ്ട് വൈരുദ്ധ്യങ്ങളുള്ള ചോദ്യങ്ങളാണ് നിരീക്ഷണത്തിനായി താങ്കളുടെ മുമ്പിലേക്ക് വെക്കുന്നത് ഈ ഘട്ടത്തിൽ. തീർച്ചയായും ഉമ്മൻചാണ്ടിക്കെതിരെ സുധീരൻ കൃത്യമായിട്ടൊന്നും പറഞ്ഞില്ല. പക്ഷെ നമുക്ക് വളരെ ആരോപണ വിധേയരായവർ മാറി നിൽക്കണം എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? ഉമ്മൻചാണ്ടി തന്നെ പറഞ്ഞ പോലെ ഏറ്റവും കൂടുതൽ ആരോപണങ്ങൾ ഉയർന്നിട്ടുള്ളത് എൻ്റെ നേരെയാണ്, എന്നാൽ ഞാൻ മാറി നിൽക്കാന്ന് പറഞ്ഞു സുധീരൻ തന്ത്രപരമായിട്ട്. സുധീരനെ എനിക്ക് പതിറ്റാണ്ടുകളുടെ ബന്ധമുള്ളതാണ്. സുധീരൻ എത്രമാത്രം ഈ രാഷ്ട്രീയത്തിൽ ചാണക്യതന്ത്രം അറിയുന്ന ആളാണെന്ന് എനിക്കറിയാം. അതുകൊണ്ട് സുധീരൻ കൃത്യമായിട്ട് ഉമ്മൻചാണ്ടിയെ കൂടി ഉദ്ദേശിച്ച് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. പേര് പറയണമെന്നൊന്നുമില്ല. നമ്മൾ പലപ്പോഴും പല ആളുകളുടെയും പേര് പറയാതെയാണല്ലോ കാര്യങ്ങൾ നടപ്പാക്കുക. അതാണ് ഇവിടെ നടന്നിട്ടുള്ളത്. രണ്ടാമത്തെ കാര്യം, ഈ ഉമ്മൻചാണ്ടി ഇതൊക്കെ പറയുമ്പോഴും ഉമ്മൻചാണ്ടി സുധീരൻ ചെയ്ത് ശരിയാണെന്ന് ഞാൻ പറയുന്നില്ല. കാരണം ഈ സുധീരൻ ഈ പരസ്യമായിട്ട് പാർട്ടി ഫോറത്തിൽ പറയേണ്ട കാര്യം പരസ്യമായി പറയരുതായിരുന്നു എന്നുള്ള നിലപാടുകാരനാണ് ഞാൻ. അത് ഏത് പാർട്ടിക്കാണെങ്കിലും ദോഷമുണ്ടാക്കും. BS പലപ്പോഴും CPMലുള്ള കാര്യങ്ങൾ പുറത്താണല്ലോ പറഞ്ഞത്. അതുകൊണ്ടുണ്ടാക്കിയ ആ പാർട്ടിക്കുണ്ടായ ദോഷം പോലെ തന്നെയാണ് സുധീരൻ ഈ ബാർക്കോഴ പ്രശ്നത്തിലാണെങ്കിലും ഈ മെത്രാനുകായൽ പ്രശ്നത്തിലാണെങ്കിലൊക്കെ പാർട്ടി ഫോറത്തിൽ പറയേണ്ടിയിരുന്നു. അതല്ലെങ്കിൽ ഹൈക്കമാൻഡിൽ പരാതിപ്പെടേണ്ടിയിരുന്നു. അതിന് പകരം അദ്ദേഹം പരസ്യമായി പറഞ്ഞ തെറ്റായിട്ടുള്ള കാര്യമാണ്. പക്ഷേ അപ്പോഴും ഈ സർക്കാരിൻ്റെ ഉള്ള തെറ്റുകളാണ് അദ്ദേഹം ചൂണ്ടിക്കാണിച്ചതെന്നുള്ള കാര്യം നമുക്കത് മറക്കാൻ പറ്റാത്ത. തീർച്ചയായും ആ നിരീക്ഷണം ഷാർപ്പാണ്. അത്തരത്തിൽ പരസ്യ പ്രതികരണത്തിലൂടെ ഇതിനൊക്കെ അംഗീകാരം ഔദ്യോഗികമായി കോൺഗ്രസ് നേതൃത്വം നൽകുകയായിരുന്നു. തീർച്ചയായും ശ്രീ PS സലീമിലേക്ക് ചർച്ച അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് തിരിയുമ്പോൾ ഒരുപക്ഷെ നിരീക്ഷകരൊക്കെ പറയുന്നതും ഇന്ന് കേരള രാഷ്ട്രീയത്തിൽ കോൺഗ്രസിൻ്റെ ആഭ്യന്തര പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് ചർച്ച ചെയ്യുന്നതിലൊക്കെ ഇടപെടുന്നതിൽ താങ്കളെ പരിമിതി മനസ്സിലാക്കുന്നു. പക്ഷേ അവസാനമായി ഇടവേളയ്ക്ക് മുമ്പ് ഞാൻ ചോദിച്ച ചോദ്യത്തിലേക്ക്. അല്ല അജിംഷാ, ഇവിടെ ഇപ്പൊ സജീവനാണല്ലോ പറഞ്ഞത്. VM സുധീരൻ പരസ്യമായി കേരളത്തില് അത് പാർട്ടിക്ക് തെരഞ്ഞെടുപ്പിനെ ബാധിച്ചിട്ടുണ്ടോ ഇല്ലയോ? ഒരു കോൺഗ്രസ് നേതാവിനെതിരെ ആക്ഷേപം ഉന്നയിച്ചിട്ടില്ല. അങ്ങനെ ആക്ഷേപം ഉന്നയിച്ചു എന്ന് കേരളത്തിൽ മാധ്യമങ്ങളും CPM നടത്തിയ പ്രചരണമാണ് ഇവിടെ സജീവൻ ഉദ്ദേശിച്ചത്. എനിക്ക് കൃത്യമായി അറിയാം, കേരളത്തിൽ ഇപ്പൊ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട എല്ലാ കാലത്തും കോൺഗ്രസിൽ ചർച്ചകളും തർക്കങ്ങളും ഉണ്ടാവാറുണ്ട്. ഇത്തവണ ഉണ്ടായി കാണുമായിരിക്കും, ഒരു ബീയിങ് എ ഡെമോക്രാറ്റിക് പാർട്ടി. പക്ഷെ VM സുധീരൻ ഒരു സ്ഥാനാർത്ഥിയെയും കളങ്കിതനാണ് എന്ന് പറഞ്ഞിട്ടില്ല. അങ്ങനെ ആരെങ്കിലും മാറ്റണമെന്ന് പരസ്യമായിട്ട് പറഞ്ഞിട്ടില്ല. അങ്ങനെ ഒരു വ്യാഖ്യാനം നൽകിയത് കേരളത്തിലെ മാധ്യമങ്ങളാണ്. ഒരുപക്ഷെ വേണമെങ്കിൽ നമുക്ക്
എത്താൻ കഴിയുന്ന ഒരു നിഗമനം അല്ല, ബാർ വിഷയവുമായി ദില്ലിയിൽ ബന്ധപ്പെട്ടും നടത്തിയ- കടുംവെട്ട് മന്ത്രിസഭാ യോഗം എന്ന് പറഞ്ഞതുമായി ബന്ധപ്പെട്ട് സുധീരൻ നടത്തിയ അനവധിയായ പ്രതികരണം ആകെയുള്ള ഒരു ഏറ്റവും ഒടുവിൽ KPCC സുധാകരനെതിരെ പോലും ഇൻഡയറക്റ്റ് ആയിട്ടും പേര് പറഞ്ഞുമൊക്കെ നിങ്ങളോട് പലരും പറഞ്ഞതൊന്നും എക്സിക്യൂട്ടീവിൽ പറഞ്ഞിട്ടില്ലെന്ന് ആരെയാണ് ഉദ്ദേശിച്ചതെന്ന് പിന്നീട് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ എല്ലാം വ്യക്തമാണ്. നിങ്ങളോട് അങ്ങനെ പറഞ്ഞു എന്നാണ് ആരാണ് പറഞ്ഞത്? സുധീരന്റെ തന്നെ പരസ്യമായ അല്ല, വി എം സുധീരനെ മാറ്റണമെന്ന് ശക്തമായ ഒരു നീക്കം നെയ്യാർ ഡാമിലെ ക്യാമ്പിൽ ഉണ്ടായി എന്നൊരു വാദം എം എം ഹാസനോട് ഇന്ന് ചോദിച്ചു വാർത്താ സമ്മേളനത്തിൽ അത്തരത്തിലൊരു നേതൃമാറ്റം ആവശ്യപ്പെട്ടിട്ടുണ്ടോ? ബ്ലോക്ക് തലം മുതൽ PCC തലം വരെ ആവശ്യപ്പെട്ടിട്ടുണ്ട്. സുധീരനെ മാറ്റണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ടോ? അപ്പോൾ ഹസൻ പറഞ്ഞത് വെടിവെച്ചിട്ട് ടോ എന്നും കൂടെ പറയണോ? ഇതിന്റെ അർത്ഥം വായിച്ചെടുക്കാം മലയാളത്തിൽ. ഇതാണ് ഞാൻ പറഞ്ഞത്. അവിടെ നിന്ന ചർച്ചകൾക്ക് നിങ്ങൾക്ക് ഏത് തരത്തിലും വ്യാഖ്യാനം കൊടുക്കാൻ കഴിയും. അതുകൊണ്ട് പക്ഷേ ഞാൻ പറയുന്നത് അവിടെ വി എം സുധീരനെതിരായി സംഘടിതമായ ഒരു നീക്കം നടന്നു എന്നുള്ള നിങ്ങളുടെ ഒരു വ്യാഖ്യാനം ഞാൻ പൂർണ്ണമായി അതിനോട് വ്യക്തമാണ്. ശ്രീ സജീവൻ, ഈ ഘട്ടത്തിൽ നമുക്ക് നിരീക്ഷിക്കാം എങ്ങനെയാകും ഈ ആഭ്യന്തര തർക്കം പരിസമാപ്തിയിലെത്തുക? പെട്ടെന്ന് 10 സെക്കൻഡിൽ പ്ലീസ്. അല്ല, സുധീരൻ നിലനിർത്തിക്കൊണ്ടുള്ളൊരു പരിസമാപ്തിയാണ് ഹൈക്കമാൻഡ് കൊണ്ടുവരിക എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. എന്തായാലും KPCCയിൽ ഒരു അഴിച്ചുപണിക്ക് അവസരം കൊടുക്കുകയും ചെയ്യും. ഈ പൂർണ്ണമായിട്ടും പക്ഷേ ഗ്രൂപ്പുകളെ പിണക്കുന്ന രീതിയിലേക്ക് പോവില്ല. പോയി കഴിഞ്ഞാൽ ഇത് വലിയ പ്രശ്നമായിരിക്കും. ഇനി സുധീരൻ അവിടെ നിലനിർത്തിക്കൊണ്ട് തന്നെ ബാക്കി 2 ഗ്രൂപ്പുകളും സുധീരനെ സസുഖം ഈ പാർട്ടിയെ നയിക്കാനായിട്ട് അനുവദിക്കുമെന്നുള്ള വിശ്വാസവും എനിക്കില്ല. അതാണ് സമഗ്രമാണ്. ശ്രീ ഫക്രുദ്ദീൻ, അവസാനം നിലവിലുള്ള ഈ കോൺഗ്രസിന്റെ വൈറ്റ് ആൻഡ് വൈറ്റ് സംസ്കാരം ഉണ്ടല്ലോ, വൈറ്റ് ആൻഡ് വൈറ്റ് MLA ഹോസ്റ്റൽ, പിന്നെ അതുപോലെ തന്നെ സെക്രട്ടറി സംസ്കാരം. ഈ സംസ്കാരം ഇങ്ങനെ നിലനിൽക്കുന്ന കാലത്തോളം കോൺഗ്രസ് രക്ഷപ്പെടാൻ പോകുന്നില്ല. വണ്ടി സലീംഖാന്റെ തിരുനക്കര തന്നെ കിടക്കും, ചിലപ്പോൾ മുങ്ങിപ്പോകാൻ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ അടിമുടി മാറ്റി സലീഖ് ഈ ഡ്രസ്സൊക്കെ വളരെ കൃത്യമായി ചെറിയ കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. ഒരു വലിയ രാഷ്ട്രീയ സംഭവവികാസങ്ങൾ ഇത്ര കൃത്യമായി വളരെ മൈന്യൂട്ടായിട്ട് അത് സമർപ്പിച്ചിരിക്കുകയാണ്. കൊള്ളാം. തീർച്ചയായും ഒരു സൈദ്ധാന്തികമായ വ്യാഖ്യാനം. അല്ല, ജനങ്ങൾക്ക് അറിയാം ഇതുവരെ സൈദ്ധാന്തികളുടെ ആവശ്യമില്ല. പിന്നെ ഞാൻ ഈ പറയുന്ന ഓരോ വാക്കും, ഈ വൈറ്റ് ആൻഡ് വൈറ്റും ഈ ടീഷർട്ടും ഒക്കെ തന്നെ ഒരു കൃത്യമായ സിഗ്നിഫയർ, തിരുനക്കര കൃത്യമായ സിഗ്നിഫയർ. അത് നാട്ടുകാർക്ക് അറിയാം, അത് അവർ വായിച്ചെടുത്തോളൂ. അതാണ് കാര്യം. തീർച്ചയായും നാട്ടുകാർ തന്നെ വായിക്കട്ടെ. ഫുൾ സ്റ്റോപ്പ് ഇടുന്നില്ല, പക്ഷം ചേരുന്നില്ല. ചർച്ചയെ അതുപടി ജനങ്ങൾക്ക് മുമ്പിലേക്ക്.